എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തിന്റെ ഹൃദയഭാഗമായിട്ടൊന്ന് കണക്കാക്കുന്നത് എടപ്പള്ളിയാണ്. എടപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇന്ന് വരുന്നത് ഏത് സ്ട്രക്ചറാണ്? ഒന്നെങ്കിൽ ലുലുമാൾ, അല്ലെങ്കിൽ എടപ്പള്ളി പള്ളി. രണ്ടും നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള കേന്ദ്രങ്ങൾ തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ എടപ്പള്ളി ആക്കിയ ഒരാള് എടപ്പള്ളിയുടെ കുറച്ച് ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. എറണാകുളം സന്ദർശിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും മുടങ്ങാതെ പോവാൻ ശ്രമിക്കുന്ന ക്ഷേത്രം എടപ്പള്ളി കൊട്ടാരക്കെട്ടിൽ വാഴുന്ന സാക്ഷാൽ മഹാഗണപതി ക്ഷേത്രം. ആ ഭഗവാനെ സ്മരിക്കാതെ ഒരു കർമ്മവും ആരംഭിക്കുക എന്നുള്ളത് പതിവില്ല. നിങ്ങൾക്ക് അറിയാം, മുടിയേറ്റിന് പോലെ അവിടെ ഗണപതി പൂജ കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടൊരു കീർത്തനം വായിച്ചതിന് ശേഷം നമുക്ക് പ്രഭാഷണത്തിലേക്ക് പോവാം. എടപ്പള്ളി ഗണപതി ഭഗവാനെ കുറിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടുകാരനാണ് ഭഗവാൻ. ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും പൊതുവിൽ ഭഗവാന്റെ പ്രശസ്തി എന്ന് പറയുന്നത് തൊഴിൽ കിട്ടാൻ പ്രയാസമുള്ള ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം എന്നാണ്. എടപ്പള്ളി സ്വരൂപത്തിന്റെ പരദേവതാസ്ഥാനം അലങ്കരിക്കുന്ന ഭഗവാനെ വിശേഷിച്ച് ഉത്സവാദി കർമ്മങ്ങളൊന്നും പതിവില്ല. വിനായക ചതുർത്ഥി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ കൊട്ടാരക്കെട്ടിനകത്ത് കയറി തൊഴുന്നൊരു സമയമുണ്ട്. രാവിലെ അത്ര സമയം ഞാൻ അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് കയറുമ്പോൾ ഭഗവാന്റെ മനോഹരമായ രൂപം നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കും. 16 കൈകളോട് കൂടിയിട്ടുള്ള ഗണപതി വിഗ്രഹമാണ് അവിടെ ഉള്ളതെന്നാണ് സങ്കല്പം. 16 കൈയാണ് ഭഗവാൻ. ഒപ്പം തന്നെ പത്നി സമേതനായിട്ടുള്ള ഗണപതിയാണ് എടപ്പള്ളി ഇരിക്കുന്നതെന്നാണ്. ഭാര്യയുണ്ട്. നമ്മൾ വിചാരം ഭഗവാൻ കല്യാണം കഴിച്ചില്ല എന്നാണ്. ഗണപതി കല്യാണം എന്നൊരു സേയിങ് തന്നെ മലയാളത്തിലുണ്ട്. സിദ്ധിയും ബുദ്ധിയുമാണ് ഭഗവാന്റെ പ്രതിസ്ഥാനത്ത് അലങ്കരിക്കുന്നത്. ഒരു ഭാഗത്ത് സിദ്ധി, ഒരു ഭാഗത്ത് ബുദ്ധി. അത് രണ്ടിന്റെയും അധിപനായിട്ടാണ് മഹാഗണപതി ആരാധിക്കുന്നത്. ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാനെ ഓർക്കുന്നതിന്റെ കൂടെ തന്നെ പ്രിയപ്പെട്ടവരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സനാതനധർമ്മം എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ജീവിക്കുന്ന ഈ സംസ്കാരത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വളരെയധികം സ്മാർട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലൊക്കെ ChatGPTയും ജെമിനിയും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നോർമൽ ഇന്റലിജൻസ് ഉണ്ട്, സ്വാഭാവികമായിട്ടുള്ള ബുദ്ധി. അതുകൊണ്ട് തന്നെ എടപ്പള്ളി പോകുമ്പോഴും കൊട്ടാരക്കര പോകുമ്പോഴും പഴവങ്ങാടി പോകുമ്പോഴൊക്കെ കുട്ടികൾ കാണുന്ന ഈ ഭഗവാന്റെ രൂപം കണ്ട് ആ കുട്ടികൾ നിങ്ങളോട് ചോദിക്കും, അമ്മ അച്ഛ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഭഗവാന് ആനയുടെ തല കിട്ടിയത്? അല്ലെ, സ്വാഭാവികമായിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളൊരു കഥ പറഞ്ഞു കൊടുക്കും. ഭഗവതിയെ കാവൽ നീക്കാനായിട്ടൊരു കുട്ടിയെ ഭഗവതി ജനിപ്പിച്ചതും, മഹാദേവൻ വന്ന സമയത്ത് മഹാദേവന്റെ തൃശൂലം കൊണ്ട് ആ കുട്ടിയുടെ കഴുത്തറുക്കപ്പെട്ടതും, പിന്നീട് ഒരു ആനയുടെ തല വെച്ചു കൊടുത്തതുമായിട്ടുള്ള കഥ ആ കുട്ടി പഠിക്കും. ആ കുട്ടി അത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കും. പിന്നെ ഒരു കുട്ടിയെ അവൻ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഈ കഥ വെള്ളം തൊടാതെ അവൻ തിരിച്ചു പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആനത്തലുള്ളൊരു ദൈവമായിട്ട് മഹാഗണപതി നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കപ്പെടും. അങ്ങനെ പാടില്ല എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഭഗവാൻ ആനയുടെ തല ഉള്ളതെന്നൊരു കുട്ടി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഈ കഥയല്ലാതെ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കഥകളും അതിന്റെ പുറകിലുള്ള തത്വാംശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും വെറും കഥകൾ മാത്രമല്ല, അതിലൂടെ പഠിക്കേണ്ടത് പഠിക്കണം എന്നാണ്. ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഭാഗവതം ഹംസത്തിന്റെ സ്വഭാവമുള്ള ആളുകൾക്ക് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഹംസത്തിന് പാലും വെള്ളവും ചേർന്ന് മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ച് കുടിക്കാനുള്ള കഴിവുണ്ട്. അത്ര വെള്ളം അവിടെ തന്നെ ഉപേക്ഷിക്കുന്നു. ഏത് കഥ കേട്ടാലും ആ കഥയിൽ നിന്ന് എടുക്കേണ്ട തത്വം എന്തോ അതെടുക്കാനും ബാക്കി അവിടെ ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കണം. ഇന്നും നിങ്ങളോട് ഭഗവാൻ കൃഷ്ണൻ പെൺകുട്ടികളുടെ വസ്ത്രം കൊണ്ടുപോയിട്ട് മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് ഡ്രസ്സില്ലാണ്ട് കയറി വരാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ല. കാരണം നമ്മൾ അതിന്റെ പുറകിലുള്ള തത്വാംശം എന്താന്ന് പഠിച്ചിട്ടില്ല. ഭഗവാൻ രാധയെ ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ നിന്ന് പോയി കംസനെയൊക്കെ കൊന്ന് രുക്മിണിയൊക്കെ കല്യാണം കഴിച്ചില്ലേ, പാവൻ രാധ ഒറ്റയ്ക്ക് അകലേക്ക് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉത്തരമില്ല. അതിന്റെ പുറകിലുള്ള തത്വം നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള എളിയ അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഏത് കഥ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിലും ആ കഥയ്ക്ക് പുറകിലുള്ള തത്വാംശത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മഹാഗണപതി ഭഗവാന്റെ തല ആനയുടെയും അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനം ഏറ്റവും ചെറിയ എലിയുമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ സസ്തിനിയായിട്ടുള്ള എലിയെ അദ്ദേഹം വാഹനമാക്കി വയ്ക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സസ്തിനിയായിട്ടുള്ള ആനയെ അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് അദ്ദേഹം സ്വാംശീകരിക്കുന്നു. ഏറ്റവും ചെറുതിലും ഏറ്റവും വലുതിലുമുള്ളത്
ബ്രഹ്മബോധമാണ് എന്നാണ് ഈ രൂപം ആത്യന്തികമായിട്ട് കാണിച്ചു തരുന്നത്. അല്ലാതെ ഒരു ആനയുടെ തലയുള്ള ഒരു ഈശ്വരനായിട്ട് നിങ്ങൾ ഭഗവാനെ കാണരുത്. ഏറ്റവും ചെറുതിലുള്ളതും ഞാൻ തന്നെയാണ്, ഏറ്റവും വലുതിലുള്ളതും ഞാൻ തന്നെയാണ്. നമ്മൾ എളുപ്പത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ തൂണിലും തുരുമ്പിലും ഞാൻ ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷ രൂപമാണ് ഈ കാണുന്ന ഭഗവാന്റെ ഭാവം. ഘോരകുന്നത്തമ്മയുടെ മുടിയേറ്റ് മഹോത്സവത്തിന്റെ വേദിയിലാണ് നമ്മളിരിക്കുന്നത്. ആത്യന്തികമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവന്റെയും ആത്മാവിന്റെയും ഒക്കെ ഉടമസ്ഥാവകാശം ആ ഭഗവതിക്കാണ്. അമ്മ ഭദ്രകാളിയാണ് ആത്യന്തികമായിട്ട് അമ്മയുടെ സ്വരൂപം. ഞാൻ പറയുമ്പോൾ ചില ആൾക്കൊക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സെക്കൻഡ് ഗ്രേഡ് കൊടുത്ത് നമ്മൾ അധിക്ഷേപിക്കുന്ന ഒരു ദേവതയാണ് കാളി. വലിയ വലിയ ആൾക്കാരുടെ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പൻ, ഗണപതി ഭഗവാൻ, മുരുകൻ, ഇതൊക്കെയാണ് ഒരു ശ്രേണി. വേറെ സെക്കൻഡ് കാറ്റഗറിയിലാണ് കാളി എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു, ഈ കേരളത്തിന്റെ മുഴുവൻ പരദേവതാസ്ഥാനം അലങ്കരിക്കുന്ന ഭഗവതി അത് ഭദ്രകാളിയാണ്, വേറെ ആരുമല്ല. അയമ്മയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, അയമ്മയാണ് ഇവിടെ ആദ്യം വന്നത്, ഇന്നും ഇതിനെ നിലനിർത്തുന്ന അയമ്മയാണ്. അയമ്മയെ ധിക്കരിക്കുക, അയമ്മയെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം പൈതൃകത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഈ കേരളത്തെ മുഴുവൻ നിങ്ങളൊരു ഭൂപ്രദേശമായിട്ട് ഒറ്റ കുടുംബമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ മുഴുവൻ പരദേവത എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ്, അത് വേറൊരു ദേവതയല്ല. അതുകൊണ്ട് സ്വന്തം നാട്ടിലൊരു ഭദ്രകാളി ക്ഷേത്രം കിട്ടുകയാണെങ്കിൽ അതിന് ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ആ നാട്ടിൽ നിന്ന് വരണത്. തിരുവനന്തപുരത്തിൽ അമ്മ ഭദ്രകാളിയാണ്, ഘോരകുന്നത്തമ്മ ഭദ്രകാളിയാണ്. ഭദ്രകാളി എന്ന് പറയുന്നത് ഒരു മോശം ദേവതയല്ല. അമ്മ കറുത്തിട്ടായിരിക്കാം, അമ്മ ഘോരമായിട്ടുള്ള രൂപം സ്വീകരിക്കുന്നവളായിരിക്കാം, ചിലപ്പോൾ വലിയ ഭംഗിയുള്ള പേര്, എന്താ പറയുക, ദുർഗാന്നോ അല്ലെങ്കിൽ പാർവതിന്നോ പോലത്തെ പേരൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാളി എന്നാണ് അവളുടെ പേര് എന്ന് കരുതി അയമ്മ നമ്മുടെ അമ്മ അല്ലാണ്ടാവണില്ല. അയമ്മ പെറ്റതാണ് നമ്മളെ എല്ലാവരെയും. ഈ നാട്, ഈ കേരളം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂപ്രദേശം ആത്യന്തികമായിട്ട് അവളുടെ ഭൂമിയാണ്. അവിടെ ഗുരുവായൂരപ്പൻ വന്നിരുന്നോട്ടെ, അയ്യപ്പസ്വാമി വന്നിരുന്നോട്ടെ, മഹാദേവൻ വന്നിരുന്നോട്ടെ, ആര് വന്നിരുന്നാലും അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഉടമസ്ഥ സ്ഥാനം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭദ്രകാളിക്കാണ്. കേരളം അവളുടെ മണ്ണാണ്. ഈ കേരളത്തിൽ 13 പ്രധാനപ്പെട്ട അവളുടെ ശാക്തേയ കാവുകൾ നിലനിൽക്കുന്നു. കാസർഗോഡ് നീലിയാർകൊട്ടം തൊട്ട് ഇവിടെ കോട്ടയത്ത് മുത്തൂറ്റ് ഭഗവതി ക്ഷേത്രം വരെയുള്ള 13 കാവുകളിൽ കുടികൊള്ളുന്ന അതിന്റെ മധ്യഭാഗത്ത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് വിളിക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ആ അമ്മയാണ് ഈ പ്രദേശത്തിന്റെ മുഴുവൻ പരദേവത. ആ അമ്മയെ സ്മരിക്കാതെ നമ്മൾ ആരുടെ പുറകെ ഓടിയിട്ടും ഒരു കാര്യവും. നിങ്ങൾ കേരളത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് നിങ്ങൾ ആ അമ്മയുടെ മക്കളായി മാറി. നിങ്ങൾക്ക് ഇഷ്ടം ഗുരുവായൂരപ്പനെ ആയിക്കോട്ടെ, മഹാഗണപതി ആയിക്കോട്ടെ, മഹാദേവനെ ആയിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, ആരെ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാം. പക്ഷെ പെറ്റമ്മയെ മറന്നുകൊണ്ട്, സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തെ മറന്നുകൊണ്ട് ഒരു ദേവതയുടെ പുറകിൽ പോയിട്ട് നമുക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് ആത്യന്തികമായിട്ട് എപ്പോഴും ഈ ഘോരകുന്നത്തിരിക്കുന്ന അമ്മയെ സ്മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവൾ ഇവിടെ ജനിച്ചിട്ടുള്ളത് നമ്മളുടെ മുഴുവൻ രക്ഷാകർതൃ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദേവതയാണ്. ഒരു സഹസ്രനാമവും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും, ഒരു ശ്യാമളാദണ്ഡവും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും, ഒരു സൗന്ദര്യലഹരി അറിയില്ലെങ്കിലും, അയമ്മ നിങ്ങളിൽ നിന്ന് ആകെ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഉറക്കെയുള്ള ഒരേ ഒരു വിളി അമ്മേ എന്നുള്ള വിളി മാത്രമാണ്. അതിന്റെ മുകളിൽ ഒരു നാമമില്ല. ചെറിയ കുട്ടികളെ അത് വിളിച്ച് പഠിപ്പിക്കാൻ ശീലിക്കുക. തുടക്കത്തിൽ തന്നെ അവരുടെ പ്രായം ഒന്ന് ഉറച്ചു വരുമ്പോ തന്നെ ഈ ശ്രീകോവിലിനകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ അമ്മയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാനും നിന്റെ അമ്മയാണ്, ഈ ഇരിക്കുന്നത് നിന്റെ അമ്മയാണെന്ന് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുക. നമ്മൾ അങ്ങനെ പഠിപ്പിച്ച് വളർത്തുന്ന കുട്ടികൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ ഏത് ഷോള് കുരുക്കണം, എന്ത് കുത്തിവെക്കണം എന്ന് ആലോചിക്കില്ല. അവർക്ക് ഉറപ്പുണ്ടാവും അവരുടെ കൂടെ അവരുടെ ഘോരകുന്നത്തമ്മയുണ്ട്. എവിടെ അവർ വീണു പോവുക. ആ ധൈര്യം കുട്ടികൾക്ക് കൊടുക്കാനാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ദേശത്തെ ക്ഷേത്രങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇവിടെ ഭഗവതി ഭദ്രകാളിയാണ്. ആ ഭദ്രകാളി സ്വരൂപത്തിലിരിക്കുന്ന അമ്മ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 13 കാവുകളിൽ ഇരിക്കുന്നത്. ആ അമ്മയുടെ ചെറിയ 1-2 കാര്യോട് പറഞ്ഞിട്ട് വേഷം കീർത്തനം വായിച്ചിരുന്നു. നമ്മൾ പൊതുവിൽ ഭദ്രകാളി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആത്യന്തികമായിട്ട് നമ്മൾ കൊണ്ടേ കണക്ട് ചെയ്യുക ശ്രീപാർവതിയുടെ ഏറ്റവും ദേഷ്യം വരുമ്പോഴുള്ള ഭാവം എന്നുള്ള രീതിയിലാണ്. ശിവന്റെ ഭാര്യയായിട്ടുള്ള പാർവതിക്ക് ദേഷ്യം വരുമ്പോൾ കാളി രൂപത്തിലേക്ക് അമ്മ മാറുന്നു. ശരിയാണ്, തെറ്റൊന്നുമില്ല.
പക്ഷെ ഇവിടെ ഘോരകുന്നത്തിരിക്കുന്ന അമ്മ, തിരുവാന്താവുന്നിരിക്കുന്ന അമ്മ, കൊടുങ്ങല്ലൂരിരിക്കുന്ന അമ്മ, വാഴായിക്കാവിലിരിക്കുന്ന അമ്മ, ആ അമ്മ പാർവതി അല്ല യഥാർത്ഥത്തിൽ. ശിവന്റെ ഭാര്യാസ്ഥാനത്തുള്ള ദേവതയല്ല ഇവിടെ ആരാധിക്കപ്പെടുന്നത്, മറിച്ച് ശിവന്റെ പുത്രിയായിട്ടുള്ള ശിവന്റെ മകളുടെ സ്ഥാനത്തുള്ള ദേവതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭദ്രകാളി. അവൾ എന്തിനു വേണ്ടി ചിരിച്ചു? അപ്പൊ നിങ്ങൾ കാണാൻ പോണു. ദാരികൻ ദാനകൻ എന്ന് പറയുന്ന രണ്ട് അസുരന്മാർ, ദാനവനും ദാരികനും, ആ രണ്ട് അസുരന്മാരെ കൊല്ലാൻ വേണ്ടി ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നോ ഭഗവാന്റെ ജടയിൽ നിന്നോ ജനിച്ചവളാണ് കാളി. അല്ലാതെ ശ്രീപാർവതിയുടെ രൂപമാണ് കാളി എന്ന് കരുതരുത്. ശിവന്റെ മകളാണ്, ശിവന്റെ ഭാര്യയല്ല. നിങ്ങളൊക്കെ രസകരമായിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞേ ഉള്ളൂ. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പുരാട്ടി നല്ലച്ഛന്റെ മുമ്പിൽ ചെന്ന് കളി തുടങ്ങി എന്നാണ്. ദാരികനെ വധിച്ചതിന് ശേഷം ദേവി ആ തല എടുത്തുകൊണ്ട് തന്റെ അച്ഛന്റെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്നു എന്നാണ് ആ നാടൻ പാട്ടിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നെഞ്ചു നിവർത്തി പറയാം, ഞങ്ങളുടെ അമ്മയാണ് അവൾ, അവൾ ശിവന്റെ മകളാണ്, ശിവജയാണ്. ഇവിടെ നേരത്തെ ഏലൂർ ബിരിച്ചേട്ടനും പാടിയിരുന്നു ആ പാട്ട് അല്ലെ? നിനക്കൊക്കെ നന്ദഗോവിന്ദൊക്കെ പാടി പരിചയമുള്ള ആ പ്രധാനപ്പെട്ട പാട്ട്. ഹരനുടെ ജട ഒരു പിടി കയ്യിലെടുത്ത് അത് പാലിലടിച്ച നേരത്ത് അതിൽ നിന്ന് ആരുണ്ടായി? കാളി ഉണ്ടായി. ദാരികനെയും ദാനവനെയും വധിക്കാനാണ് ആത്യന്തികമായിട്ടുള്ളത്. ആ കാളിയുടെ യുദ്ധമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. പക്ഷെ അമ്മ ആത്യന്തികമായിട്ട് ഈ ഘോര രൂപത്തിലിരിക്കുന്നെങ്കിലും അവൾ അമ്മയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങളുടെ നാട്ടിൽ മുടിയേറ്റല്ല കൂടുതൽ കാണാൻ പറ്റുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കളമെഴുത്ത് പാട്ടാണ്. മുടിയേറ്റിന്റെ വേറൊരു ഭാവം. അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം ദേവി ദാരികനെ വധിക്കാൻ. അതൊരു മുടിയേറ്റിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ദേവി ദാരികനെ വധിക്കാനായിട്ട് പോകുന്ന സമയത്ത് ദാരികൻ ദേവിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയും. അമ്മ എന്നെ കൊല്ലല്ലേ, ഞാനും നീ പെറ്റതല്ലേ, എന്നെ കൊല്ലാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. സൂര്യനാണ് ചന്ദ്രനാണ് ഞാൻ നന്നായിക്കോളാം, ദേവന്മാരാണ് ഞാൻ നന്നായിക്കോളാം, ത്രിമൂർത്തികളാണ് ഞാൻ നന്നായിക്കോളാം, എന്നെ കൊല്ലല്ലേ അമ്മേ എന്ന് പറഞ്ഞ് കാലിൽ കെട്ടിപ്പിടിച്ച് കരയും ദാരിക. ദേവി എന്ത് ചെയ്യൂ? അപ്പൊ കൊന്നോ? പള്ളിവാള് താഴ്ത്തിട്ട് ദാരികനെ മാതൃവാത്സല്യത്തോടു കൂടി എടുക്കാൻ പോലത്തെ ഭഗവതി എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്. അതാണമ്മ. ദേവി ആരെ കൊല്ലാൻ വേണ്ടി ജനിച്ചോ അവന്റെ കരച്ചിന് കണ്ടപ്പോ അവനും അമ്മയായി തീർന്നു. അവനും അമ്മ മുല കൊടുക്കാൻ പോയതാണ്, എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞത്. അപ്പൊ ആണ് ദേവന്മാര് പോയിന്ന് വിളിച്ചു പറഞ്ഞത് വെട്ടടി അവനെയാണ്. നീ അതിനാണ് ജനിച്ചിട്ടുള്ളത്. അതാണ് നിങ്ങൾ കൊടുങ്ങല്ലൂര് ഈ ചില പ്രത്യേക തരത്തിലുള്ള വാക്കുകളൊക്കെ ആയിട്ട് കേൾക്കുന്നത്. ഈ തെറി അമ്മയെ വിളിച്ചു പറയുന്നത്. നീ എന്തിനാണ് ജനിച്ചതെന്നുള്ളത് നീ മറന്നു. ആ സമയത്ത് ദേവന്മാര് വിളിച്ച അതിന്റെ ഓർമ്മയ്ക്കാണ് അത് ചെയ്യാനെന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാവരെയും മക്കളായിട്ട് കാണുന്നു ഭഗവതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവായിട്ട് ആ അമ്മയെ ദേവിയാക്കി മാത്രം കൊണ്ടുപോയിട്ട് ശ്രീകോവിന്റെ ഉള്ളിൽ വെക്കാണ്ട് ആ അമ്മേനെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് കാണാൻ കുട്ടികളെ പഠിപ്പിക്കുക. നമ്മൾ അങ്ങനെ കാണുക. ഒരു പട്ട് ഭഗവതിക്ക് കൊടുക്കുന്ന സമയത്ത്, ഒരു താലി കൊടുക്കുന്ന സമയത്ത്, ഒരു മാല കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട വികാരം ഇത് ഉടുത്തിട്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നുള്ളതാവണം. ഇത് ചാർത്തിയിട്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ഞാൻ ഉണ്ടാക്കിയ ഈ പായസം കുടിച്ചിട്ട് അമ്മ സന്തോഷമായിട്ടിരിക്കണം. അതിനാണ് നമ്മൾ നമ്മുടെ ദേശക്ഷേത്രങ്ങളിൽ വഴിപാട് കൊടുക്കുന്നത്. അല്ലാതെ അമ്മ എൻ്റെ ഈ പായസം കുടിച്ചിട്ട് എനിക്ക് നാളെ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം എന്താ? അതല്ല. സ്വന്തം അമ്മയോട് നമ്മൾ ആരും കണക്ക് പറയാറില്ല. സ്വന്തം അമ്മയുടെ മുമ്പിലുള്ള പ്ലേറ്റിൽ നമ്മൾ ഇങ്ങനെ ചോറ് വിളമ്പുമ്പോ നാളെ സ്വത്ത് എഴുതി തരട്ടോ എന്ന് പറഞ്ഞിട്ടല്ല വിളമ്പുക. ആത്യന്തികമായിട്ട് നമ്മുടെ ഉദ്ദേശം അമ്മ സന്തോഷിക്കണേ എന്നുള്ളതാണ്. ഒരു പട്ട് ചാർത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണം, ഓ ഞാൻ കൊടുത്ത പട്ട് ചാർത്തിട്ട് എന്റെ അമ്മയെ കാണാൻ എന്ത് ഭംഗിയാണ്. ആ വികാരത്തിൽ നമുക്ക് കാണാൻ പറ്റണം. ഒരു ചെമ്പരത്തിമാല നടക്കിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോ ആ ചെമ്പരത്തിമാല അങ്ങോട്ട് എടുത്തിട്ട് അമ്മേ എനിക്ക് നല്ല വിദ്യ തരണേന്ന് അമ്മയോട് പ്രാർത്ഥിക്കാതെ ഇത് ചാർത്തി എനിക്ക് എന്റെ അമ്മയൊന്ന് കാണാനുള്ള ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നമ്മളൊക്കെ അമ്മയുടെ ഭക്തർ എന്നുള്ള തസ്തികയിൽ നിന്ന് അമ്മയുടെ മക്കൾ എന്നുള്ള തസ്തികയിലേക്ക് ഉയരുക, പ്രൊമോഷൻ കിട്ടുക. നമുക്കൊക്കെ വേണ്ടത് അമ്മയുടെ ഭക്തർ എന്നുള്ള സ്ഥാനമല്ല, അമ്മയുടെ മക്കൾ എന്നുള്ള സ്ഥാനമാണ്. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് ദയവായിട്ട് അവളെ ഭയക്കാതിരിക്കുക. നമ്മളും അവളും തമ്മിലുള്ള, ഞാൻ ഈ അവൾ എന്ന് വിളിക്കുന്നത് ബഹുമാനക്കുറവുണ്ടല്ല കേട്ടോ, അത്ര അടുപ്പമുണ്ടാ. നമ്മളും അമ്മയും തമ്മിലുള്ള അകലം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടയിൽ ഭദ്രകാളിയെ കുറിച്ച് കണ്ണി കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഭയമാണ്. അവള് ധംഷ്ടയുള്ളവളാണ്, അവളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്,
എപ്പോഴും ചോര ചീറ്റിക്കൊണ്ടിരിക്കുന്നവളാണ്, വിരൂപയാണ്, വസൂരിക്കുത്തുള്ളവളാണ്, കറുത്തവളാണ്, അങ്ങനെയുള്ള ആളെ നോക്കി കഴിക്കാൻ തന്നെ ഭയം ഉണ്ടാവും. സ്വന്തം അമ്മ എന്തിനാണ് ഭയക്കുന്നത്? രാത്രി 12 മണിക്ക് ഇപ്പൊ ഈ വെളിച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഒരു വെളിച്ചം ഇല്ലാത്ത സമയത്തും ഗൗരവം അമ്പലത്തിൽ രാത്രി 12 മണിക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ച് നിവർത്തി പറയണം, ഓഫ് കോഴ്സ് എനിക്ക് പറ്റും, എന്റെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. എന്തിനാ പേടിക്കുന്നത്? ഒരമ്മയെ നിങ്ങളെ നശിപ്പിക്കില്ല. അമ്മ കുട്ടികളെ തിരുത്തുള്ളൂ, അമ്മ കുട്ടികളെ നശിപ്പിക്കില്ല. തിരുത്തും. ശിക്ഷിക്കുന്ന എന്തിനു വേണ്ടിട്ടാ? തിരുത്താൻ വേണ്ടിട്ടാ. ഒരമ്മയും കുട്ടി മരിച്ചു പോട്ടെ എന്നുകൊണ്ട് അടിക്കില്ല. ഒരു ഈശ്വരനും തന്റെ ഭക്തൻ നശിക്കട്ടെ എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കില്ല. തിരുത്താനുള്ള ശ്രമങ്ങളാ, അതാ ശിക്ഷയായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ശിക്ഷയും തിരുത്താനുള്ളതാണ്. ഭദ്രകാളി ശിക്ഷിക്കോ? ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും ശിക്ഷിക്കും. എന്തിന്? നമ്മുടെ മക്കളാണോ? അമ്മയുടെ മക്കളാ നമ്മള്. നമുക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടുന്നുണ്ടെങ്കിൽ അമ്മയെ നമസ്കരിച്ചിട്ട് പറയാ, അമ്മയുടെ മകനായിട്ട് അമ്മ എന്നെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ അടിച്ചത്, ഇനി അടിക്കണേ. അടിക്കാൻ അമ്മ ഉണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. ദയവായിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കഥ കേട്ട് നമ്മൾ അവളും തമ്മിലുള്ള ദൂരം ഭയം കൊണ്ട് കൂട്ടാതിരിക്കുക. ഈ ഭദ്രകാളി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തന്നെ എന്താ? ഭദ്ര എന്ന ശബ്ദത്തിന്റെ അർത്ഥം പല അർത്ഥങ്ങളുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള അർത്ഥമാണ് ഭയത്തെ ദ്രവിപ്പിക്കുന്നവൾ, ഭയം ഇല്ലാണ്ടാക്കുന്നവൾ. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ദൈവമേ തന്നെയാണ്. അതുകൊണ്ട് ദയവായി ദേവിയെ പേടിക്കാതെ, ദേവിയോടുള്ള ഭക്തിയേക്കാൾ ഉപരി സ്നേഹം കൊടുത്തുകൊണ്ട് അമ്മയുടെ മക്കളായിട്ട് ഉയരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ സാധിച്ച ആൾക്കാരാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുത്ത തലമുറകളെ കൂടി നിങ്ങൾ അമ്മയുടെ മക്കളാക്കി മാറ്റുക. ഭക്തർ എന്നുള്ള തസ്തികയിൽ നിന്ന് അവർക്കും കൊടുക്കൂ പ്രമോഷൻ. അറിയാണ്ട് അമ്പലത്തിൽ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബലിക്കലൊന്നും ചവിട്ടി കഴിഞ്ഞാൽ, ആ പൂവൊന്ന് താഴത്ത് വീണ് കഴിഞ്ഞാൽ കാളി നിങ്ങളെ ശിക്ഷിക്കുന്ന ചെറിയ കുട്ടിയാവുമ്പോഴേ പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കുക. ശിക്ഷിക്കുന്നവളല്ല അവൾ സദാസമയവും രക്ഷിക്കുന്നവളാണ്. തിരുത്താൻ വേണ്ടി ശിക്ഷിക്കും, അല്ലാതെ നശിപ്പിക്കാൻ വേണ്ടി അമ്മ ഒന്നും ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു അമ്മയെ, ദേശത്തിന്റെ മുഴുവൻ നാഥയായിട്ട് കിട്ടിയ നിങ്ങളുടെ ഭാഗ്യത്തെ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. മുടിയേറ്റിന് അമ്മ ദാരികനെ വധിക്കാനായിട്ട് എഴുന്നള്ളുന്ന സമയത്ത് അമ്മയുടെ രൂപം നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോ വിരൂപമായിട്ട് തോന്നും. കുറെ വസൂരിക്കുത്തൊക്കെ അരിമാകൊണ്ട് വെച്ചിട്ടുണ്ടാവും. കറുത്ത രൂപമായിരിക്കും, ചുവന്ന പട്ടായിരിക്കും, കയ്യിൽ വാളുണ്ടായിരിക്കും, ദംഷ്ട പല്ലുണ്ടായിരിക്കും, നാക്ക് പുറത്തേക്ക് ഇടും. പക്ഷെ ആത്യന്തികമായിട്ട് അവൾ നമ്മുടെ അമ്മയാണ്. എന്റെ അമ്മയുടെ പേര് പുഷ എന്നാണ്, ശരിക്കുള്ള പേരാ. എന്നോടൊരാൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ അമ്മയുടെ പേര് ഇത്തിരി ഫാഷൻ കുറവാണെന്ന് വെച്ചിട്ട് സുഭദ്രാവർമ്മ തമ്പുരാട്ടി എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എന്റെ അമ്മയുടെ പേര് ഉഷ എന്നാ എല്ലാ കാലത്തും. പേര് മാറ്റാൻ പറ്റില്ല. അച്ഛന്റെ പേര് മണികണ്ഠന്നാ, കോലോത്തിരി തമ്പുരാൻ എന്ന് പറയാൻ പറ്റില്ല. അതാണുള്ള പേരെ പറയാൻ പറ്റുള്ളൂ. ആ പൈതൃകത്തിൽ അഭിമാനിക്കുക. കാളിയെ കാളിയായിട്ട് കാണുക. ആ ദേവതയുടെ ഐഡന്റിറ്റി ഇല്ലാണ്ടാക്കാതിരിക്കുക. അയമേനെ നോക്കിയിട്ട് ദുർഗയെ പാർവതി എന്നൊന്നും വിളിക്കരുത്. ഷീസ് ആബ്സല്യൂട്ട് കാളി, പ്യുവർ കാളിയാണായിരിക്കുന്നത്. ഞാനിവിടെ ഈ പ്രഭാഷണവും പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ കാണുന്ന ആൾക്കാരോടൊക്കെ പറയാണ്, ആ വ്യാസൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പേരങ്ങോട്ട് മാറ്റിയിട്ട് ശ്രീജിത്ത് വന്നിരുന്നു, ശ്രീജിത്ത് പ്രഭാഷണം 1.5 മണിക്കൂർ നടത്തി, ശ്രീജിത്ത് വണ്ടിയിലാണ്. എന്റെ ഐഡന്റിറ്റിയാണ് പോയത്. ഞാൻ 1.5 മണിക്കൂറോട് സംസാരിച്ചത്. നിങ്ങൾ എന്റെ പേര് മാറ്റി വേറെ ആർക്കും ക്രെഡിറ്റ് കൊടുത്തു. ആ ഏർപ്പാടാണ് നമ്മുടെ പേര് മാറ്റുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആത്യന്തികമായിട്ട്. അതുകൊണ്ട് ഐഡന്റിറ്റി മാറ്റാതിരിക്കുക. കാളിയെ കാളിയായിട്ട് കാണുക. എന്താ പ്രശ്നം? നമ്പ്യാരുടെ കവിതയുണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെ. കാളി എന്നൊരു വിളി കേട്ടപ്പോൾ കാളിക്കൊന്ന് വയറ്റിൽ കാളിയുന്നു. ഒരു പെൺകുട്ടി എന്തോ തെറ്റി ഉത്തരം. അപ്പൊ അമ്മ അടി കാളി എന്ന് വിളിച്ചു. ആ കാളി എന്നുള്ള വിളി കേട്ടപ്പോ ആ പെൺകുട്ടിയുടെ വയറ്റിൽ ഒരു കാളനുണ്ടായി. അത്ര പവർഫുൾ നെയ്മാണ് കാളി. വെറുതെ പറഞ്ഞാൽ മാത്രം മതി. വിവേകാനന്ദ സ്വാമിയുടെ കവിത ഉണ്ട്. ഞാൻ രാവിലെ പുത്തൂർ സംസാരിച്ചിരുന്നു അതിനെ കുറിച്ച്. കാളി ദ മദർ എന്നാണ് അതിന്റെ പേര്. കാളി ദ മദർ. കാളി എന്ന് വെച്ചാൽ ആരാ? അമ്മ. അമ്മയെ സ്നേഹിക്കാനുള്ള ഉപാധികൾ മുടിയേറ്റ് ഉൾപ്പെടെയുള്ള നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു. മാക്സിമം പ്രയോജനപ്പെടുത്തുക. പല ആൾക്കാർക്കും എന്നോട് പല സ്ഥലത്തും പോകുമ്പോൾ ചോദിക്കാറുള്ളൊരു കാര്യമാട്ടോ, ഈ പ്രഭാഷണം തുടങ്ങിയപ്പോൾ ഫാഷൻ ഇട്ട പേരാണോ വ്യാസൻ എന്ന്? ഒരു റീച്ചിൽ കുട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വലിയൊരു നന്ദി ഈ എറണാകുളത്തുകാരോട് പറയാനുള്ളത്, എറണാകുളത്ത് നിന്നാണ് ഈ വ്യാസൻ എന്നുള്ള പേര് എനിക്ക് കിട്ടുന്നത്. അത് ജനിച്ചപ്പോൾ കിട്ടിയതാട്ടോ, അല്ലാണ്ട് ഇപ്പോഴത്തെ കിട്ടായതൊന്നുമല്ലേ. ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ എല്ലായിടത്തും സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് വാചകടിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ അച്ഛനും അമ്മയും ഞാൻ ജനിച്ച സമയത്ത് സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ പോയില്ല. അടുത്ത് ഗുരുവായൂരുണ്ട്, അവിടെയും പോയില്ല. എന്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് ജീവിതത്തിൽ ട്രെയിൻ കയറുന്നത് എന്നെ എറണാകുളത്തേക്ക് കൊണ്ടുവരാൻ.
പാലക്കാട് നിന്ന് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് മസാല ദോശ കഴിച്ച് എൻ്റെ അച്ഛനും അമ്മയും എന്നെ എടുത്തിട്ട് നേരെ പോയ സ്ഥലം ഇവിടെ അടുത്താണ് ചോറ്റാനിക്കര എന്ന് പറയും. ആ ചോറ്റാനിക്കര വെച്ചിട്ടാണ് ചോറ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ വ്യാസൻ എന്നുള്ള പേര് വിളിക്കുന്നത്. അതെന്റെ ശരിക്കുള്ള പേരാണ്. അത് ഈ എറണാകുളത്ത് എനിക്ക് കിട്ടിയത്. ആ ഭഗവതിയും ആത്യന്തികമായിട്ട് കാളിയാണ്. പക്ഷെ അത് നിങ്ങൾ താഴെ പോയി കാണുന്ന ഭഗവതി ആര്? കീഴ്ക്കാവിലെ അമ്മ, ഗുരുതി നടക്കുന്ന അമ്മ. മേൽക്കാവിലിരിക്കുന്ന ഭഗവതി വിഷ്ണു ദുർഗാ സങ്കല്പത്തിലുള്ള രാജരാജേശ്വരി ആവുമ്പോ താഴത്തെ കാവിലിരിക്കുന്ന ഭഗവതി അസൽ കാളിയാണ്. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ അമ്മയുടെ നടയിൽ ഒരു തവണ പോയി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള, ഇന്നത്തെ കുട്ടികളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ, നെഗറ്റിവിറ്റി മുഴുവൻ ഇല്ലാണ്ടാവണം. അവളുടെ കയ്യിലുള്ള ആ വാള് എന്തിനെ മാറ്റാനുള്ളതാണ്? ദുഷിച്ച ചിന്തകളെ അറക്കാനുള്ളതാണ്. അകത്തേക്ക് കയറി പോകുമ്പോൾ എന്തൊക്കെ ചിന്തകളുണ്ടോ അതൊക്കെ മാറ്റി നമ്മൾ അനുഗ്രഹിക്കും. നിങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ നമ്പൂതിരിയുടെ പുറകിൽ യക്ഷി വന്ന കഥ അല്ലേ? ഗുപ്തൻ എന്ന് പറഞ്ഞൊരു നമ്പൂതിരിയുടെ പുറകിൽ യക്ഷി ഓടി. അപ്പൊ അയാൾക്ക് കുറെ കല്ല് ആരോ ജപിച്ചു കൊടുത്തു. കൊശാപ്പിള്ളി എന്നാണ് ആ ഇല്ലത്തിന്റെ പേര്. അദ്ദേഹം ജപിച്ചു കൊടുത്ത കല്ലൊക്കെ പെട്ടെന്ന് തീർന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു ഇല്ലത്ത് പോയി. പള്ളിപ്പുറം ഒക്കെ ഇവിടെ അടുത്താട്ടോ, നമുക്ക് വേണമെങ്കിൽ പോവാം. അതൊക്കെ പള്ളിപ്പുറത്ത് പോയപ്പോ ഒരു വിഴുപ്പ് തോർത്ത് കൊടുത്തു. അത് വീശിക്കൊണ്ട് ഓടി. യക്ഷി പിടിച്ചില്ല. ചോറ്റാനിക്കര എത്തി. അമ്മ രാവിലത്തെ അഭിഷേകമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അമ്മയുടെ ആ ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള ഭാഗത്തേക്ക്, നാലമ്പലത്തേക്ക് ഒന്നാമത്തെ കാലെടുത്ത് വെച്ചപ്പോ ഗുപ്തൻ നമ്പൂതിരിക്ക് മനസ്സിലായി കയ്യിൽ വിഴുപ്പ് തോർത്തുണ്ട്. ആ വിഴുപ്പ് തോർത്ത് ഉപേക്ഷിച്ച സമയത്ത് രണ്ടാമത്തെ കാല് പുറകിൽ അമ്പലത്തിൽ ഇല്ലാത്ത കാലില് യക്ഷി കയറി പിടിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പുറകിൽ ഒരു യക്ഷി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പുറകിൽ നോക്കണ്ട. കർമ്മപ്രാരാബ്ദങ്ങളാകുന്ന പിശാചുകളും ഭൂതങ്ങളും ഒക്കെ നമ്മുടെ പുറകിലുണ്ട്. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ആ ജഗദംബികയ്ക്ക് മാത്രമേ സാക്ഷിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അമ്മടത്തേക്ക് പോകുമ്പോ എന്ത് കൊണ്ടുവരുത്? വിഴുപ്പ് കൊണ്ടുവരുത്. മനസ്സ് ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം അകത്ത്. അതാണ് ആ കഥയെന്ന്. വെറുതെ ഒരു തോർത്തുകൊണ്ട് പോയി എന്ന് പറയാനല്ല കഥ പറഞ്ഞത്. ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോ എന്ത് ഉപേക്ഷിച്ചോളണം? മനസ്സിലുള്ള സകല വിഴുപ്പുകളും ഉപേക്ഷിച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോകാനാണ്. എന്തായാലും ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇയാള് ഉള്ളിലേക്ക് കയറിയപ്പോ പുറകിലെ കാലിൽ യക്ഷി പിടിച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളുടെ കാലിലാണ് യക്ഷി പിടിക്കുക എന്ന് വിചാരിക്കുക. ഇവിടുന്ന് പോകുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് എന്നെ പറയുന്നതേ. നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാൻ തോന്നുന്നു ആ സമയത്ത്? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണെ. തോന്നുന്നു? ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ഓർമ്മ വരുമോ? യാ ദേവി സർവഭൂതേഷു. ഈ ഭൂതത്തിനെ അപ്പൊ ഓർമ്മ വരുള്ളൂ. ഒരു ഭൂതേഷു ഓർമ്മ എനിക്ക് വരില്ല. ഈ പുറകിൽ നിൽക്കുന്ന ഭൂതത്തിന്റെ മുഖം മാത്രമേ അപ്പൊ ഓർമ്മയുള്ളൂ. മാണിക്യ വീണ മുബലാലയന്തി വായിക്കാൻ പറ്റിയ സമയ യക്ഷി പുറകിലേക്ക് പിടിച്ചു വലിക്കുമ്പോ ആകെ എന്ത് മാത്രമേ വായെന്ന് പുറത്തേക്ക് കയറുന്ന ശബ്ദമുള്ളൂ. ഉറക്കെ പറയൂ, അമ്മേന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഗുപ്തന് അതേ വിളിച്ചിട്ടുള്ളൂ, അമ്മേ. ദേവി വന്ന് യക്ഷയെ കൊന്നു. പക്ഷെ ഞാൻ ചോറ്റാനിക്കര പോയപ്പോ പള്ളിപ്പുറത്ത് തിരുമേനി എന്നോട് പറഞ്ഞു, വെറുതെ കൊന്നിട്ടില്ല വ്യാസൻ, ഡയലോഗ് വേണ്ട കൊന്നത്. ഒറ്റയടിക്ക് വെട്ടാതെ ഞാൻ ആരാണെന്ന് കൃത്യമായിട്ടുള്ള ഡയലോഗ് അടിച്ചിട്ട് അത്ര കൊന്നത്. മറ്റേ സിനിമയൊക്കെ ഈ അവതാര പിറവിയുടെ രൗദ്രഭാവങ്ങൾ മുഴുവൻ ആവാഹിച്ച മൂർത്തി ആ ഏർപ്പാടാണ്. ദേവി ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് യക്ഷിയോട് ഒരു ഡയലോഗ് പറഞ്ഞു അത്രേ. എന്നിട്ട് അത്ര യക്ഷിയുടെ തലവെട്ടിയത്. ശ്ലോകം എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ്. നിങ്ങൾ ഭഗവതിയുടെ നാട്ടുകാരാണ്. പള്ളിപ്പുറത്ത് മരുവും ഭൂസുരാഢ്യൻ തള്ളിക്കളഞ്ഞ വിടുമോശ വിഴുപ്പിനോളം കള്ളി നിനക്ക് ബഹുമാനമതില്ല എങ്കിൽ കാണാം അതിന്റെ ഫലം കൊണ്ടത്ര വെട്ടിയത് എന്നതിനർത്ഥം. പള്ളിപ്പുറത്ത് മരുവും ഭൂസുരാഢ്യൻ എന്ന് പറഞ്ഞാൽ പള്ളിപ്പുറത്ത് നമ്പൂതിരി. തള്ളിക്കളഞ്ഞ വിടുമോശ വിഴുപ്പിനോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപേക്ഷിച്ച വിഴുപ്പ് തോർത്തിനോളം. കള്ളി നിനക്ക് ബഹുമാനമതില്ലെങ്കിൽ, എടി യക്ഷി, ഒരു മനുഷ്യൻ ജപിച്ചു കൊടുത്ത വിഴുപ്പ് തോർത്ത് അയാളുടെ കയ്യിലുണ്ടായപ്പോ നീ അത് പേടിച്ച് മാറി നിന്നു. എന്റെ മുമ്പിൽ വെച്ച് എന്റെ ഭക്തനെ തൊടാനുള്ള ധൈര്യം നീ കാണിച്ചു. ഒരു വിഴുപ്പ് തോർത്തിന് നീ കൊടുത്ത ബഹുമാനം നീ ആർക്ക് തന്നില്ല? എനിക്ക് തന്നില്ല. അതിന്റെ ഫലം അനുഭവിച്ചതുകൊണ്ടത്ര കാട്ടിയത്. ഒരു വിഴുപ്പ് തോർത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്നപ്പോ നീ വിചാരിച്ചു അതുകൊണ്ട് എനിക്ക് അയാളെ തൊടാൻ പറ്റില്ല. പക്ഷെ എന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ ഭക്തനെ തുറന്നെങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് എത്ര ബോധ്യമുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എപ്പോഴും. ഈ വാക്ക്
അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോഴേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ, അഭയം ഉണ്ടാവുള്ളൂ, നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം ഉണ്ട് കാക്കശ്ശേരി ഭട്ടതിരിയുടെ, ആപത്ത് കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. ആപത്ത് വരുമ്പോ എന്ത് ചെയ്യണം? അമ്മയുടെ പാതാരവിന്ദങ്ങൾ ആശ്രയിക്കണം എന്നാണ്. എപ്പോഴും ആശ്രയിക്കാൻ ആ ഭഗവതി നമുക്ക് ഉണ്ടാവുള്ളൂ. ആ അമ്മ തന്നെയാണ് ഗൗരവത്തിരിക്കുന്നത്. ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലെന്ന് തീരും എന്നാണ്. എപ്പോഴും ചോറ്റാനിക്കര വരെ ഓടിപ്പോവാൻ നിൽക്കണ്ട. ആ അമ്മ തന്നെയാണ് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ഈ കിങ്ങിനി മറ്റത്ത് ഗൗരവത്തിരിക്കുന്നത് എന്നുള്ള ഭാവം എപ്പോഴും ഉണ്ടാവണം. ആ അമ്മയെ നിരന്തരം പോയി കാണുക, സാധിക്കുന്ന സമയത്ത് ചോറ്റാനിക്കരയും പോയി കാണുക എന്നാണ് പറയാനുള്ളത്. എന്തുതന്നെയായാലും മുടിയേറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ദാരികനുമായിട്ടുള്ള ഭഗവതിയുടെ യുദ്ധം, ഇത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് പഠിക്കേണ്ടത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ ഈ പ്രഭാഷണത്തിൽ ഉടനീളം സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കൊന്നും അറിയില്ല. നിങ്ങളൊക്കെ എന്നേക്കാൾ അറിവുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ശേഷം വരുന്ന തലമുറ ഉണ്ടല്ലോ, അവരെ കൃത്യമായിട്ട് മോൾഡ് ചെയ്ത് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ വലിയ അപകടം. എല്ലാവരും പറയണ മറ്റേ സ്ഥിരം ക്ലീഷ ഡയലോഗ് ഞാൻ പറയില്ല, ഇന്നത്തെ തലമുറ മൊത്തം മോശം, അങ്ങനെയൊന്നുമില്ല. ഇവിടെ പോലും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് പല പരിപാടികളും സംഘടിപ്പിക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അവന്റെ ഭാവിയിലുള്ള പെരുമാറ്റം. എന്തായാലും ഇപ്പൊ ട്രൈ ആയിട്ട് നിൽക്കണമെന്ന് നിങ്ങളോട്. തിരുവനന്തപുരത്ത് ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ സ്വർഗാരോഹണം പറഞ്ഞൊരു കഥയുണ്ട്. നിങ്ങൾ കേട്ടോ? ഞാൻ എവിടെയും പറഞ്ഞിട്ട് ഇല്ല. തിരുവനന്തപുരത്ത് കൃഷ്ണന്റെ സ്വർഗാരോഹണ കഥ പറയാൻ വിളിച്ചു ഭാഗവത സപ്താഹത്തിന്. ഞാൻ അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാൻ ഈ ദ്വാരക കടലിൽ പോയി, യാദവന്മാര് പരസ്പരം തമ്മിൽ തല്ലി മരിച്ചു. ഭഗവാൻ കാട്ടിൽ പോയി കാല് തൂക്കിയിട്ട് തപസ് ചെയ്തു. അപ്പൊ ഒരു കാട്ടാളൻ അതുവഴി വന്നു. ഭഗവാന്റെ കാല് കണ്ടപ്പോ അതെന്തോ മാനാണെന്നോ മൃഗമാണെന്നോ എന്തോ കരുതി അതിലേക്ക് അസ്ത്രം അയച്ചു. ആ സമയത്ത് ഭഗവാൻ ആ യശോദാദേവി വളർത്തിയ ദേവകീ ദേവി പ്രസവിച്ച ഭഗവാന്റെ ആ ശരീരം ഭഗവാൻ ഉപേക്ഷിച്ച് കൃഷ്ണാവതാര ലീല പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. അവസാനിപ്പിച്ചപ്പോ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞു, അങ്ങനെ വേടന്റെ അമ്പ് കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭൂമിയിൽ നിന്ന് വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോഴേക്കും ഈ ചേട്ടന്മാരിരിക്കുന്ന രണ്ട് കുട്ടികൾ ഇരുന്നിരുന്നു. അവർ എണീറ്റ് നിന്നിട്ട് എന്നോട് കൈ ചൂണ്ടി പറഞ്ഞു, വെറുതെ വേടനെ കുറിച്ച് അനാവശ്യം പറയരുത് ഏട്ടാ. ഞാൻ പറഞ്ഞു മോനോട്, മോനെ നീ ഉദ്ദേശിച്ച വേടനല്ല ഞാൻ ഉദ്ദേശിച്ച വേടൻ. അവൻ അപ്പോൾ ഉടനെ എന്നോട് പറഞ്ഞു, സോറി ഏട്ടാ, എനിക്ക് ഒരു വേടനെ മാത്രമേ അറിയുള്ളൂ. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? ആ കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ മൂല്യം കൂടെ ചേർത്ത് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കാതെ പോയി? അങ്ങനെ വളരുന്നൊരു തലമുറ ഭാവിയിൽ ലഹരിയുടെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഞരമ്പ് മുറിക്കാനും കഴുക്കോലിൽ തുണി ഇടാനും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ധർമ്മത്തിന്റെ അവസ്ഥ എന്താവും? അതുകൊണ്ട് ദയവായി പുതിയ തലമുറയിലുള്ള കുട്ടികളെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗൗരവന്നത്തെ അമ്മ നിങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. അതിൽ ദാരികന്റെ കഥയിൽ നിന്ന് എന്ത് പഠിക്കണം? ഒരു കാരണവശാലും സ്ത്രീയെ രണ്ടാം തരമായിട്ട് കാണരുത്. സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഓരോ ദേവീഭക്തനും ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത്. ഒരമ്മയിലുള്ളത് സ്ത്രീയിലുള്ളത്. നേരത്തെ ഇവിടെ വിചേട്ടൻ പാടിയല്ലോ, നാരിയിൽ ദേവീഭാവം എന്ന പാടിയത് കേട്ടിട്ടുണ്ടാവുന്നത്. ഓരോ സ്ത്രീയിലും ഉള്ളത് ആ കാളി തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ കണ്ടോളണം. ദാരികനും ദാനവനും വരം വാങ്ങിയത് ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിക്കരുത് അല്ലെങ്കിൽ വൈഷ്ണവാസ്ത്രം കൊണ്ട് മരിക്കരുതെന്നല്ല, സ്ത്രീയുടെ കൈ കൊണ്ട് മാത്രമേ മരണം ഉണ്ടാവാൻ പാടൂ എന്നാണ്. പിന്നെ അർത്ഥം എന്താ? സ്ത്രീയെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല എന്നുള്ള മനസ്സിലുള്ള ചിന്തയാണ്. ഞാൻ ഇവിടുത്തെ അമ്മമാരോട് ചോദിക്കട്ടെ, ഇന്നും ഈ ചിന്തയുള്ള മനുഷ്യന്മാർ നാട്ടിലുണ്ടോ ഇല്ലയോ? സ്ത്രീയെ കൊണ്ടൊന്നും സാധിക്കില്ല, നീ വെറും പെണ്ണല്ലേ എന്നാണ് പറയുന്നത്. ഒരു ദേവിയെ അപമാനിക്കുന്നതിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി ഡയലോഗാണ് നീ വെറും പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് കാണുന്ന ഓരോ സ്ത്രീയിലും ആത്യന്തികമായിട്ട് ആരെ കാണാൻ സാധിക്കണം? ദേവിയെ കാണാൻ സാധിക്കണം. ആ ദേവി തന്നെയാണ് ഇന്ന് ജനിക്കുന്ന പെൺകുട്ടി തൊട്ടിട്ട് 99 വയസ്സുള്ള മുത്തശ്ശിയിലുള്ളതും കാളി തന്നെയാണ്. ആ കുട്ടികളെ, നമ്മുടെ വരുന്ന തലമുറയുള്ള കുട്ടികളെ അത് പഠിപ്പിച്ച് വളർത്തുക. ഈ സ്ഥിരം നമ്മൾ ഈ പ്രതിജ്ഞയിൽ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, എല്ലാ ഇന്ത്യക്കാരുടെ സഹോദരന്മാരാണ്. ഓക്കെ, അവരെ സ്കൂളിൽ പഠിക്കട്ടെ. അതിനു മുമ്പ് കാണുന്ന ഓരോ സ്ത്രീയിലും നീ കാണുന്നത് ഈ ഗൗരവന്നത്തെ അമ്മയാണെന്ന്
പഠിപ്പിച്ച് വളർത്തുക കുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ. 10 തവണ ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് എടി ഇതുവരെ ചായ ആയില്ലേന്ന് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതിപ്പോ കഴിഞ്ഞ ദിവസം തോന്നുന്നു സുപ്രീം കോടതി റൂളിംഗ് ഉണ്ടായിരുന്നു. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകം ചെയ്യാനും വീട്ടുപണി ചെയ്യാനുള്ള ആൾക്കാർ മാത്രമൊന്നും അല്ലാതെ. ഇങ്ങനെ വിദ്യക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം, ഈ ധർമ്മം, നിങ്ങൾ ജീവിക്കുന്ന ഈ സനാതന ധർമ്മം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തുള്ളത് സ്ത്രീകൾക്കാണ്. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് സർവ്വദേവതകളും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് ഈ ധർമ്മം പറയുന്നു. ഈ ഗോരവന്ന തമ്മനായിട്ടുള്ള മൂകാംബിക അമ്മയെ കുറിച്ച് നമ്മൾ അടുത്ത ഭാഗത്ത് പറയും. ആ അമ്മ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനമുണ്ട്. എന്ത് തന്നെയായാലും ആ ദാരികനെ വധിക്കാനായിട്ട് വന്നിട്ടുള്ള ആ ഭഗവതി, ദാരികനെ പോലും മകനായിട്ട് കണ്ട് കൊഞ്ചിക്കാൻ പോയ ഭഗവതി, എത്രയൊക്കെ പറഞ്ഞാലും ഇന്നും അമ്മയുടെ കയ്യിൽ ദാരികനുണ്ട്. ഞാൻ എന്ന ഭാവത്തെ, ഈഗോന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈഗോന്റെ പവറാണ് ഈ സ്ഥലം. അതിനെയാണ് അമ്മ കൈ പിടിച്ചിരിക്കുന്നത്. ദാരികനെ വധിച്ച ആ ഭഗവതി അമ്മ തന്നെയാണ് നമ്മൾ കാണുന്ന ഓരോ സ്ത്രീയിലും ഉള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയുള്ള അമ്മ സ്ത്രീകളെ ബഹുമാനിക്കാൻ തന്റെ ഭക്തരോട് പറയണു ആത്യന്തികമായിട്ടെന്നാണ്. എന്നെ ആരാധിക്കുന്നതിന് മുമ്പ് നീ സ്വന്തം വീട്ടിലെ സ്ത്രീനെ ആരാധിച്ചിട്ട് എന്നെ ആരാധിച്ചാൽ മതി. നിങ്ങളുടെ മൂകാംബിക പോവാത്ത ആൾക്കാർ കുറവായിരിക്കും ഞാൻ കരുതുന്നു. മൂകാംബികയിൽ അമ്മയുടെ ശീവേലി നടക്കുക നിങ്ങൾക്കറിയാം. കേരളത്തിലെ സമ്പ്രദായത്തിലല്ല, ദേവിയുടെ വിഗ്രഹം തലയിലേറ്റിക്കൊണ്ട് നടക്കുക. കണ്ടിട്ടില്ലേ? കാണാറില്ല ഇത്? ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ആവും. ഇപ്പൊ സ്വാമി അയ്യപ്പൻ, അദ്ദേഹത്തിന്റെ തന്ത്രിസ്ഥാനമുള്ള കുടുംബമാണ് താഴ്മൺ മഠം, അല്ലെ? ആ കുടുംബത്തിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അവൻ ഭാവിയിൽ സ്വാമിയുടെ തന്ത്രിയാണ്. പുഴക്കര ചേന്നാസ് കുടുംബത്തിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഗുരുവായൂരപ്പന്റെ തന്ത്രിയാണ് ഭാവിയിൽ. ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചാൽ അത് തന്ത്രി കുടുംബമാണെങ്കിൽ ഭാവിയിൽ അവർക്ക് ആ തന്ത്രിസ്ഥാനം കിട്ടും. പക്ഷെ മൂകാംബിക അമ്മയുടെ ഈ ശീവേലി തിടമ്പ് അത് കൈകളിൽ ധരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചാൽ മാത്രം പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്താം. ആ പൂജ ചെയ്യുന്ന അടിക കുടുംബത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് പോയിട്ട് എടുക്കാൻ പറ്റില്ല. അത് ഒരു എക്സാം കൂടെ പാസ്സാവണം. എന്താ അത്? ആരാണോ ആ വിഗ്രഹം സ്പർശിക്കുന്നത് അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കണം. മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആരെ പോയി എടുക്കാൻ പറ്റുള്ളൂ? അമ്മ എടുക്കാൻ പറ്റുള്ളൂ. എന്താ അതുകൊണ്ട് അമ്മ ഉദ്ദേശിച്ചത്? ആത്യന്തികമായിട്ട് നീ ആദ്യം ആരെ മനസ്സിലാക്കണം? ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ സ്ത്രീയിലുള്ള എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്റെ വിഗ്രഹം കൈകൊണ്ട് തൊടാം. അതാണ് ഈ പ്രപഞ്ചത്തിനെ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മൂകാംബിക. അങ്ങനെയുള്ള അമ്മയുടെ നിരവധിയായിട്ടുള്ള കീർത്തനങ്ങളും നമുക്ക് സുപരിചിതമാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ നന്ദഗോപുരത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ പ്രഭാഷണം ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഇതൊക്കെയാണോ പ്രഭാഷണം? അതിപ്പോ ഞാൻ കേട്ടോളാം, കുഴപ്പമില്ല. ചില ആൾക്കാർ പറയും, ഈ സിനിമാ പാട്ട് പാടുന്നതാണോ ഭജന? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഭജനയാവുന്നത്? മനോഹരി രാധ രാധ എന്ത് ഭജനയാണത്? ഇതൊക്കെയാണോ ഭജന? ഇതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. ഇതൊക്കെ പാട്ടുകൾ ഇങ്ങനെ പാടാൻ എല്ലാവർക്കും പറ്റും, സിനിമാ പാട്ട് പാടുന്നതല്ല ഭജന സമ്പ്രദായം. വിമർശനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയാനുള്ളൊരു വേദി ഇതിലുള്ളതുകൊണ്ട് പറയുന്നു. ഓരോ കാലഘട്ടത്തിലും ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ടാണോ നമുക്ക് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ നാമജപത്തിന്റെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുക, ആ മാർഗം ഉപയോഗിക്കുക. സിനിമാ പാട്ടെങ്കിൽ സിനിമാ പാട്ട്, ഭജന എങ്കിൽ ഭജന. സിനിമാ പാട്ടുകളിൽ മോശം പാട്ടുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ സിനിമാ പാട്ടുകളിൽ നല്ല പാട്ടുകളും ഉണ്ട്. ഗുരുവായൂരപ്പനോട് ഏത് പ്രാർത്ഥന വേണമെന്ന് ചോദിച്ചപ്പോ പണ്ടൊരു കുട്ടി എനിക്കൊരു പാട്ടാ പറഞ്ഞത്. എന്ത് പ്രാർത്ഥിക്കണം കൃഷ്ണനോട്? കല്യാണം നടത്താനും ജോലി കിട്ടാനൊക്കെ പ്രാർത്ഥിക്കാമല്ലോ. അതിന്റെ കൂടെ കൃഷ്ണനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന എന്താന്ന് വെച്ചപ്പോ ഒരു കുട്ടി ഒരു സിനിമാ പാട്ടിന് 4 വരി എഴുതി അയച്ചു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് ഏത്? നെഞ്ചുപൊട്ടി ബാലാമണി പാടിയ പാട്ട്. ഏത് പാട്ട്? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ആയിക്കോട്ടെ, അതിലൊരു ഭാഗത്ത് ഗിരിശേട്ടൻ എഴുതുന്നു, നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ വെറും ജന്മത്തിലെങ്കിലും ഒരു പൂവായി ജനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ. സിനിമാ പാട്ടാണ്, പക്ഷെ അത് കേൾക്കുമ്പോ ഭക്തി വരുന്നുണ്ടോ ഇല്ലയോ? പുള്ളി ഗുരുവായൂരപ്പൻ വരുന്നുണ്ടോ ഇല്ലയോ? എന്ത് മാർഗം എന്നുള്ളത് രണ്ടാമതാണ്.
അതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരു വലിയ വിഭാഗം ആൾക്കാര് ഭഗവാൻ ശ്രീരാമന് വിജയം എന്നുള്ളത് ആശംസിക്കാൻ മടിച്ചു നിന്നപ്പോ ഇന്ന് സിയാപതി രാമചന്ദ്രക്ക് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നാമജപത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സിനിമാ പാട്ടെങ്കിൽ സിനിമാ പാട്ട്, എന്ത് വിധേനയാണെങ്കിലും നാമം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കർത്തവ്യം. ഈ ഘോരകുന്നം അമ്പലത്തിലും നമ്മൾ പോകുന്ന സമയത്ത് തൊഴുത അമ്മയെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വരണതിന് മുമ്പ് ഏതെങ്കിലും ഒരു പരിസരത്തിരുന്ന് അല്പസമയം അമ്മയുടെ നാമം ജപിക്കുക. സഹസ്രനാമെങ്കിൽ സഹസ്രനാമം, ശ്യാമളാദണ്ഡകം ശ്യാമളാദണ്ഡകം, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത്. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അമ്മേ അമ്മേ അമ്മേന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, അത് മതി. ഇപ്പൊ കഴിഞ്ഞുള്ളൂ കൊടുങ്ങല്ലൂർ ഭരണി, നിങ്ങൾ അവിടെ സഹസ്രനാമല്ല കേട്ടിട്ടുണ്ടാവുക, അശ്വതി കാവുതിണ്ടലിന്, മറിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് കോമരങ്ങൾ ഉറക്കെ അമ്മേന്നുറക്കെ വിളിക്കുന്ന ശബ്ദമാണ് അവിടെ ഉണ്ടായ എനർജിയുടെ ഏറ്റവും വലിയ ഭാഗം. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നാമം ജപിക്കുക. ഒരാള് ഇത് പറഞ്ഞല്ലോ, സിനിമാ പാട്ട് മൊത്തം മോശമാണെന്ന് പറഞ്ഞൊരാള് പണ്ട് മൂകാംബിക പോയിട്ട് അമ്മയെ തൊഴുത് സൗപർണികയുടെ തീരത്ത് അമ്മയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കണ്ടു എന്നാണ് സൗപർണികയുടെ ഓരോ ഓളങ്ങളും തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത്. പക്ഷെ അദ്ദേഹം നോക്കിയപ്പോൾ ഓരോ ഓളങ്ങളിലും എന്തോ എഴുതിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഒന്നാമത്തെ ഓളത്തിൽ എഴുതിയതായിട്ട് കണ്ടു ഓം ശ്രീ മാത്രേ നമ. രണ്ടാമത്തെ ഓളത്തിൽ എഴുതിയതായിട്ട് കണ്ടു ശ്രീ മഹാരാജ്ഞേ നമ. ഓരോ ഓളത്തിലും അമ്മയുടെ ഓരോ നാമങ്ങൾ കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു പാട്ട് മലയാളത്തിന് ലഭിച്ചു. ഏത് പാട്ട്? സൗപർണികയുടെ തീരത്ത് സുപർണൻ എന്ന് വിളിക്കപ്പെടുന്ന ഗരുഡൻ തപസ് ചെയ്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് സൗപർണിക എന്നുള്ള പേര് വന്നത്. ആ സൗപർണികയുടെ തീരത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ആ സൗപർണികയുടെ ഓരോ ഓളങ്ങളും നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അമ്മയുടെ സഹസ്രനാമങ്ങൾ കാണാം. ഏത് പാട്ട്? സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ അമ്മ. എന്താ ഇമാജിനേഷൻ നോക്കി നോക്കൂ. നമ്മൾ വെറുതെ ഒരു പുഴയുടെ അടുത്തിരുന്നപ്പോ പുഴയത്തെ കുറച്ച് ഓളം വന്നു കണ്ടു പോന്നു, അതല്ല. ആ ഓരോ ഓളങ്ങളിലും അമ്മയുടെ ഓരോ നാമങ്ങളെ കണ്ടു. 1000 ഓളങ്ങൾ തൻ്റെ അടുത്തേക്ക് വന്നപ്പോ ആ 1000 ഓളങ്ങളിലും ഓരോ നാമങ്ങൾ ജപിച്ചുകൊണ്ട് സഹസ്രനാമങ്ങൾ അവിടെ ഇരുന്ന് ജപിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു. ആധ്യാത്മികമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങുക, നാമജപത്തിന്റെ സംസ്കാരം. തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിർബന്ധിക്കണില്ല, കുട്ടികൾക്ക് ലളിതാ സഹസ്രനാമം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, വിഷ്ണു സഹസ്രനാമം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ കുട്ടികൾ നിങ്ങളോട് ചോദിക്കും, അമ്മ ഇതൊക്കെ ചൊല്ലിയ എന്താ കിട്ടുക? അപ്പൊ നിങ്ങൾ എന്ത് പറയും? എന്താ പറയുക? അങ്ങനെ കുട്ടി ചോദിച്ചാൽ എന്ത് പറയും? അമ്മ നാമം ചൊല്ലിയ എന്താ കിട്ടുക? ഇന്നത്തെ കുട്ടികൾ ചോദ്യം ചോദിക്കുക, പറഞ്ഞില്ല എന്ന് വേണ്ട. പണ്ടത്തെ പോലെ അതില്ല. വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ ലളിതാ സഹസ്രനാമം ചൊല്ലിയാലും എന്ത് കിട്ടും? ദയവായിട്ട് പ്രിയപ്പെട്ടവരെ, മോക്ഷം കിട്ടുമെന്നും പറയാതിരിക്കുക. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ പെരുന്നാളത്തും പറഞ്ഞു, ഒരു മുത്തശ്ശി ഇതേപോലെ പറഞ്ഞു അത്രേ, കുട്ടിയെ നാമം ചൊല്ല് എന്ന് പേരക്കുട്ടടുത്ത്. പേരക്കുട്ടി തിരിച്ചു ചോദിച്ചു, അതിന് ബുദ്ധിയുണ്ടേ, മുത്തശ്ശിയെ നാമം ചൊല്ലിയ എന്താ കിട്ടുക? മോക്ഷം കിട്ടും, കുട്ടിയെ ചൊല്ലിക്കോളൂ. കുട്ടി എടുത്ത വായിക്ക് പറഞ്ഞു, ഇത് ആദ്യം കിട്ടാൻ പോണ മുത്തശ്ശിക്കാണ്, അവർക്ക് ചൊല്ലിക്കോളൂ, ഏതാണ്ട് സമയമായിട്ടുണ്ട്. ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കാനും അവനവന്റെ ഉള്ളിനെ ശുദ്ധീകരിക്കാനുമാണ് ആത്യന്തികമായി നാമങ്ങൾ ഉപകരിക്കേണ്ടത്. ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് 3 ശുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ് ഓരോന്നത്തിരി പോകുമ്പോൾ ആലോചിക്കുക. ഒന്ന്, ശരീരത്തിന്റെ ശുദ്ധി. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പതിവുണ്ടല്ലോ അല്ലെ, കുളി നന ഏർപ്പാടൊക്കെ ശരീരത്തിന്റെ ശുദ്ധിക്കാണ്. 2, വാക്കിന്റെ ശുദ്ധി. വാക്കിന്റെ ശുദ്ധിക്കാണ് എന്ത്? വാക്കിലെപ്പോഴും നാമം ഉണ്ടായിരിക്കണം. 3, മനസ്സിന്റെ ശുദ്ധി. മനസ്സിലെപ്പോഴും ദേവിയുടെ രൂപവും മറ്റും ധ്യാനിക്കാൻ നമുക്ക് സാധിക്കണം. കുളി കൊണ്ട്, സ്നാനാദി കർമ്മങ്ങൾ കൊണ്ട് ശരീരത്തെയും, നാമജപം കൊണ്ട് വാക്കിനെയും, ധ്യാനം കൊണ്ട് മനസ്സിനെയും ശുദ്ധീകരിച്ചിട്ട് വേണം അമ്മയെ പോയി കാണാനാണ്. അതാണ് ത്രികരണ ശുദ്ധി. കുളിച്ചിട്ടുണ്ട്, മനസ്സിലുള്ള വികാരം മൊത്തം മോശം, വായ തുറന്നാൽ ഭരണിയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, കുളിച്ചിട്ടില്ല, നമ്മൾ പറയണം എന്റെ മനസ്സ് ശുദ്ധമാണ്, അതുകൊണ്ടും കാര്യമില്ല. ഇന്നിപ്പോ ആ ടെക്നോളജിയാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സ് ശുദ്ധമായാൽ മതി എന്ന് പോരാ, ത്രികരണ ശുദ്ധി. 3 ശുദ്ധി ഉണ്ടാവണം. മനസ്സിനുണ്ടാവണം, വാക്കിനുണ്ടാവണം, ശരീരത്തിനുണ്ടാവണം. ഇത് 3 ഉണ്ടെങ്കിൽ പോവാം.
അങ്ങനെ പാടുള്ളൂ. ആ ശുദ്ധി ഉണ്ടാവാനാ നാമം. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ 1000 തവണ അമ്മയുടെ നാമം ജപിച്ചപ്പോ അമ്മ അങ്ങനെ 1000 ഉണ്ട്. ഒരു കുട്ടി 500 ആയപ്പോ സമയം ഉണ്ടായിരുന്നല്ലോ, എന്താ ബാക്കി 500 ജപിക്കാൻ കുറച്ചിരിക്കട്ടെ? അതല്ല അനുഗ്രഹം. ആ നാമജപം കൊണ്ട് ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരിക്കപ്പെടണം. അതിനാണ് നാമം. 2, വീണ് പോകുമ്പോ എണീറ്റ് നിൽക്കാനാണ് നാമം. വിഷ്ണു ശാസ്താവ് ഉപദേശിക്കപ്പെട്ടത് എപ്പോഴാ? ധർമ്മപുത്രർക്ക് രാജ്യം മുഴുവൻ വേണ്ട, ഇതിന്റെ മുകളിൽ ഇരുന്ന് എനിക്ക് എന്റെ അനിയന്മാരെയും കുട്ടികളൊക്കെ ഓർമ്മ വരുന്നിട്ട് മൂപ്പർക്ക് ട്രോമ തുടങ്ങി. അപ്പോഴാ ഭഗവാൻ ഭീഷ്മരെ കൊണ്ട് ഉപദേശിപ്പിച്ചത് എന്തിന്? ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ. സഹസ്രനാമം കേട്ടപ്പോ അദ്ദേഹത്തിന് ബോധം ഉണ്ടായി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരും ഉത്തരവാദിത്തങ്ങളെ മറന്നു ജീവിക്കുന്നവരും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഉത്തരവാദിത്തങ്ങളെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് അത് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതിനാണ് നിങ്ങൾ കുട്ടികളെ നാമം ചൊല്ലാൻ പഠിപ്പിക്കേണ്ടത്. ഒരു കുട്ടി തിരിച്ചു ചോദിച്ചാൽ പറയാ, മോളെ ജീവിതമാണ്, ഇടയ്ക്കൊക്കെ ഈ ഓട്ടത്തിൽ വീഴ്ച ഉണ്ടാവും. അച്ഛൻ വീണിട്ടുണ്ട്, അമ്മ വീണിട്ടുണ്ട്, മുത്തശ്ശൻ വീണിട്ടുണ്ട്, മുത്തശ്ശി വീണിട്ടുണ്ട്. പക്ഷേ വീണപ്പോഴൊക്കെ ഞങ്ങളെ എണീറ്റ് നിൽക്കാൻ ഈ സഹസ്രനാമം ഞങ്ങളെ ഉപദേശിച്ചു, ഉപയോഗിച്ചു, സഹായിച്ചു എന്നാണ് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ അവർ ജപിച്ചു. അല്ലാതെ മോക്ഷം കിട്ടാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കുട്ടി പറഞ്ഞത് നമ്മളും കേൾക്കേണ്ടി വരും. പിന്നെ നമുക്ക് തോന്നലാവും ഇനിയിപ്പോ ഇന്നോ നാളെ ഉണ്ടാവുമോ. ഭഗവതി അനുഭവിക്കുന്ന വേറൊരു പ്രശ്നം, ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ദേവതയാണ് ശിവൻ. നമുക്കിപ്പോഴും അടി കഴിഞ്ഞിട്ടില്ല, ശിവനാണോ വിഷ്ണുവാണോ വരുന്നത്. കൈലാസനാഥന്റെ ഫാൻസ് ഒരു ഭാഗത്ത്, മഹാഭാരതത്തിന്റെ ഫാൻസ് വേറൊരു ഭാഗത്ത്. രണ്ടുപേരും തമ്മിൽ അടിയാണ്. ശിവനാണോ വിഷ്ണുവാണോ? ആ അമ്മയുടെ ആ സ്വഭാവത്തിന് കാരണം, ആ അമ്മയെ നമുക്ക് കിട്ടാൻ കാരണം ആത്മീയമായിട്ട് മഹാദേവനാട്ടോ പറഞ്ഞില്ലെന്ന് കണ്ടു. ദാരികനെ വധിച്ച് ദാരികന്റെ ശിരസുമായിട്ട് കൈലാസത്തിലേക്ക് പോകുന്ന ഭഗവതി തന്റെ അച്ഛന് കാണിച്ചു കൊടുക്കണു, അച്ഛാ അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു. മുടിയിട്ട് നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ അതൊക്കെ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഞാനത് കംപ്ലീറ്റ് ചെയ്തു, എന്റെ അവതാരം പൂർത്തിയായി. അച്ഛാ എന്നെ ഒന്ന് നോക്കൂ, ഞാൻ കറുത്തവളാണ്, വിരൂപയാണ്. ഇപ്പൊ പോരാത്തതിന് മനോദരി എന്ന് പറഞ്ഞ ദാരികന്റെ ഭാര്യയുടെ ഇടപെടലുകൊണ്ട് എന്റെ മുഖത്ത് മുഴുവൻ വസൂരിക്കുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറിയവളാണ്, അമ്മയ്ക്കധികം ഹൈറ്റ് ഇല്ല, അമ്മ ചെറുതാന്നാ പറയാ. കളി ദ്രംഷ്ടയുണ്ട്, എപ്പോഴും രക്തമൊക്കെയാണ് എനിക്ക് താല്പര്യം. ഭൂതപ്രേത പിശാചുകളാണ് എന്റെ കൂടെ സഞ്ചരിക്കുന്നവർ. ഇങ്ങനെയുള്ള എന്നെ ആരാധിക്കും അച്ഛാ? എന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവും? എന്നെ കാണുമ്പോൾ ആളുകളൊക്കെ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കും. കളമ്പാട്ടിൽ നിങ്ങൾ നോക്കിയാൽ, വള്ളുവനാട്ടിലൊക്കെ നടക്കുന്ന കളമ്പാട്ട് ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാം, ഭദ്രകാളുടെ വാഹനം എന്താ? പറയൂ, ഭദ്രകാളുടെ വാഹനം എന്താ? സിംഹാണെന്ന് പറയുന്നത് സിംഹവും പുലിയൊന്നുമല്ല, വേതാള കണ്ഠസ്ഥിത അല്ലേ? അപ്പൊ നേരത്തെ ഇവിടെ പാടിയപ്പോഴും നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. വേതാളത്തിന്റെ പുറത്ത് കയറിയിട്ടാണ് അമ്മ വരുന്നത്. വേതാളാണ് വാഹനം. കളമ്പാട്ടിന്റെ രസകരമായിട്ട് ഇതൊക്കെ നമ്മുടെ ഗ്രാമീണ ആരാധനയിൽപ്പെട്ടതാട്ടോ, അതുകൊണ്ട് ഇത്തിരി തമാശയൊക്കെ അതിലുണ്ടാവും. പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ് തമാശകളൊക്കെ ആചാര്യന്മാർ എഴുതി വെച്ചത്. ദേവിയുടെ അവതാരം ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നുണ്ടായ സമയത്ത് ദേവി പറഞ്ഞു, ദാരികനെ കൊല്ലാൻ പോയാൽ എനിക്ക് വണ്ടി വേണം, പോണ്ടേ, വാഹനം വേണം എന്ന് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് വേതാളം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിനെ വാഹനമായി കൊടുക്കും. അപ്പൊ ദേവി വിന്ധ്യപർവ്വതത്തിന്റെ അടുത്ത് പോയപ്പോ വേതാളം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ദേവി വേതാളത്തിനെ വിളിച്ചെണീപ്പിച്ചു, വേതാളം എണീക്ക് എന്ന് പറഞ്ഞിട്ട്. കളമ്പാട്ട് രസകരമായിട്ട് പറയും, വേതാളം കണ്ണു തുറന്നു നോക്കിയപ്പോ ദേവിയെ കണ്ട് ഭയന്ന് വേതാളം ഓടി, വേതാളത്തിനെ കണ്ട് ഭയന്ന് ദേവി 2 വശത്തേക്ക് ഓടി. അത്ര ഭംഗിയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇവളെയാണല്ലോ ഞാൻ ചുമക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴുത്ത് നീട്ടിക്കൊടുത്തു. ഇതൊക്കെ രസകരമായുള്ള നാടൻ കഥകളാ. അങ്ങനെ ആ വേതാളത്തിന്റെ പുറത്ത് കയറിയിട്ടാ അമ്മ ദാരികനെ വധിക്കുന്നത്. വേതാള കണ്ഠസ്ഥിത എന്ന് അമ്മയെ വിളിക്കുന്നത് നമ്മൾ ശാസ്താവത്തിൽ. അങ്ങനെയാണ് അമ്മയുടെ ഒരു അവതാര ഉദ്ദേശം പൂർത്തിയായി. വേതാളത്തിനെയും കൊണ്ട് കൈലാസത്തിൽ വന്ന് അച്ഛനോട് ചോദിച്ചു, ഇനി എന്നെ ആര് പൂജിക്കും? ഭഗവാനാണ്, മഹാദേവനാണ് പറയുന്നത്, തെക്കുള്ള നാട്ടിലേക്ക് പോകണം. തെക്കുള്ള നാട്ടിലുള്ള ആൾക്കാർ നിന്നെ കണ്ടാ ഭയക്കില്ല, അവര് നിനക്ക് വേണ്ട അനുഷ്ഠാന കർമ്മങ്ങൾ കൊല്ലം തന്നോളും. കളമ്പാട്ടിൽ പറയാ, നീ തെക്കിലേക്ക് പോവും, മലയാള ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അവര് വർഷത്തിലൊരിക്കൽ 108 കാല് പന്തലിട്ട് 5 വർണ്ണ പൊടി കൊണ്ട് നിന്റെ കളം എഴുതി
പാട്ടുപാടി നൃത്തം ചെയ്ത് നേദ്യം തന്ന് നിന്നെ സന്തോഷിപ്പിക്കുന്നു. അതിന് പറ്റാത്ത ആൾക്കാര് 54 കാല് പന്തലിട്ട് ഈ ഏർപ്പാട് ചെയ്യും. അതിനും പറ്റാത്ത ആൾക്കാര് 32 കാല് പന്തലിട്ട്, അതിനും പറ്റാത്തവര് 16, 8, ഒന്നിനും കൊള്ളാത്ത ആൾക്കാര് 4 കാല് പന്തലിട്ട് അതിന്റെ താഴെ 5 വർണ്ണപ്പൊടി കൊണ്ട് നിന്റെ കള എഴുതി വർഷത്തിലൊരിക്കൽ പാട്ട് നടത്തി നിന്നെ സന്തോഷിപ്പിക്കും. ഇതാരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ല, മഹാദേവൻ പറഞ്ഞാണ്. അങ്ങനെയാണത്രേ ദേവി കൈലാസത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നത്. അമ്മയെ നമുക്ക് തന്നത് ആ അമ്മയുടെ അച്ഛനാണ്, സാക്ഷാൽ മഹാദേവൻ. പക്ഷെ ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഉള്ള ആൾക്കാർ നിന്നെ ഭയക്കില്ല, മറിച്ച് നിന്നെ ആരാധിക്കുന്നു. ഇന്ന് മലയാളികളോട് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ നിന്ന് വിറയ്ക്കുകയാണ്. സ്വന്തം അമ്മയെ ഭയത്തോടു കൂടി കാണുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറി. ഈ അമ്മമാർക്ക് അത് പെട്ടെന്ന് പറഞ്ഞാൽ കണക്ട് ആവും. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടി പുറത്തിരുന്ന് കളിക്കുമ്പോൾ ആ കുട്ടി എടുക്കാനായിട്ട് നിങ്ങൾ ഓടുമ്പോൾ ആ കുട്ടി നിങ്ങളെ പേടിച്ച് ഓടിയിട്ട് അതിന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ഇക്ക് അമ്മയെ പേടിയെന്ന് പറഞ്ഞ നിങ്ങളുടെ അവസ്ഥ എന്താ? പേരുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ ദേവിയെ ഭയമാണെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഭയത്തേക്കാൾ സങ്കടപ്പെടുന്നത് ആ ഘോരമുത്തിരിക്കുന്ന അമ്മയാണ്. ദയവായിട്ട് അമ്മയെ ഭയക്കാതിരിക്കുക. കാരണം എല്ലാ ഭയങ്ങളും മാറ്റുന്ന ആ മഹാദേവന്റെ മകളാണ് അവൾ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കീർത്തനം നിങ്ങൾക്ക് വേണ്ടി വൈഷ്ണവ് വായിച്ചു തരും. ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആ മന്ത്രം നമഃശിവായ എന്ന് വിളിക്കപ്പെടുന്ന മന്ത്രം, പഞ്ചാക്ഷരം. ദയവായിട്ട് നമ്മുടെ അടുത്ത തലമുറയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മന്ത്രം പെട്ടെന്ന് ജപിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാത്ത മന്ത്രമാവണം നമഃശിവായ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് നാമം ചൊല്ലു കുട്ടികളെന്ന് പറയുകയേ ചെയ്തിട്ടില്ല. പകരം പറഞ്ഞിരുന്നത് നമഃശിവായ ചൊല്ലു കുട്ടികളെ എന്നാണ്. നമഃശിവായ ചൊല്ലി വളരാൻ പഠിപ്പിച്ചൊരു ജനത നമുക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ മഹാദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവതിയെ കേരളത്തിന് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്, പൊതുവിൽ ഏറ്റവും വലിയ ദേവി ഉപാസകനായിട്ടുള്ള ഒരാൾ താമസിക്കുന്ന നാടാണ് കേരളം. ഏറ്റവും വലിയ ആള്. അദ്ദേഹത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ദേവി ഉപാസകൻ ഇല്ല ശരിക്കും. അദ്ദേഹം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ ദേവി ആരാധിക്കാൻ അദ്ദേഹം പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാനെ കാണാനാണ് 41 ദിവസം വ്രതം എടുത്ത് കെട്ടി നിറച്ച് നമ്മൾ പോകുന്നത്. സാക്ഷാൽ സ്വാമി. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളുള്ള എളിയ അഭ്യർത്ഥന, ദയവായിട്ട് സിനിമാ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കന്യായപ്പന്മാര് വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളന്നൊന്നും ഒരു സ്വാമിയും ഒരാളോടും പറഞ്ഞിട്ടില്ല. മകരവിളക്ക് കാലത്ത് അവസാന ദിവസം ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്ന മാളികപ്പുറത്തമ്മ. അവിടെ ചെല്ലുമ്പോൾ ശരക്കോലുകൾ നിറഞ്ഞതായിട്ട് കാണുന്നു. ഈ വർഷവും എന്റെ കല്യാണം നടക്കില്ല എന്ന് കരുതി വാദ്യവും ഘോഷമൊക്കെ ഉപേക്ഷിച്ച് സൈലന്റ് ആയിട്ട് പോയി കരയണ മാളികപ്പുറത്തമ്മ. ടി വിക്കാരുണ്ടാക്കിയതാ. പാവം മാളികപ്പുറത്തമ്മക്ക് എഴുന്നള്ളിപ്പേ ഇല്ല. നമ്മളിങ്ങനെ അതൊക്കെ കേട്ട് അയ്യോ പാവം. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഗോരകുന്നത്തുനിന്ന് ഒരു കന്നിസ്വാമി മലക്കി പോയി എന്ന് കരുതുക. അയാൾ പോയിട്ട് മാളികപ്പുറത്തമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ മാളികപ്പുറത്തമ്മ എന്ത് മെന്റാലിറ്റിയിൽ അയാളെ കാണേണ്ടത്? ഉസ്താ, നീ ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ. നമ്മളാണ് നമ്മുടെ ഈശ്വരന്മാരെയൊക്കെ ഇങ്ങനെ താഴ്ത്തി കിട്ടണത്. വേണ്ടാത്ത കഥകൾ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും പഠിച്ചിട്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ചെറിയ കുട്ടിയാവുമ്പോഴേ പഠിപ്പിക്കും. അയ്യപ്പന്മാര് പോരാത്ത കാലത്ത് അയ്യപ്പൻ കല്യാണം കഴിക്കിട്ടോ. ഒരു പ്രഭാഷണം വൃശ്ചികമാസത്തെ കാലത്ത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു പെൺകുട്ടി ചോദിച്ചു, ഏട്ടാ ഈ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന ആള് ത്രികാലജ്ഞാനിയല്ലേ? ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്. ഭഗവാൻ ഭൂതം ഭാവി വർത്തമാനം അറിയാവുന്ന പരബ്രഹ്മാണെന്ന് പറഞ്ഞു അയ്യപ്പൻ. എടുത്ത വഴിക്ക് ആ കുട്ടി അയമ്മ ധിക്കാരപരമായിട്ട് ചോദിച്ചതല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. ആ കുട്ടി വളരെ ഭവ്യതയോടുകൂടി എന്നോട് ചോദിച്ചു, അങ്ങനെയുള്ള സ്വാമിക്ക് അറിയില്ല ഏട്ടാ സ്വാമിയുടെ കല്യാണം നടക്കില്ല എന്ന്? പിന്നെ എന്തിനൊരു പെണ്ണിന് വാക്കു കൊടുത്തു? ഈ ചോദ്യം നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾ ഭാവിയിൽ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നമ്മള് സിനിമാ കഥ എടുത്ത് പറഞ്ഞു കൊടുക്കുക. 974 പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനൊരു കഥ ഉണ്ട്. ഭഗവാൻ നമസ്കരിക്കുന്ന ദേവതയാണ് മാളികപ്പുറത്തമ്മ, മനസ്സിലാക്കുക. മകരവിളക്ക് കാലത്ത് 18-ാം പടിയിലേക്ക് ഭഗവാന്റെ എഴുന്നള്ളത്ത് മണിമണ്ഡപത്തിൽ നിന്നുണ്ട്. എത്രയോ ദിവസം, ഓരോ ദിവസവും മാളികപ്പുറം ക്ഷേത്രം കാണുന്ന സമയത്ത് ഭഗവാന്റെ തടമ്പ് ചെരിക്കും. ഇങ്ങനെ കണ്ടിട്ടാണ്, വീഡിയോ ഉണ്ട് യൂട്യൂബില്. എന്തിന്? മകൻ അമ്മയെ നമസ്കരിക്കുന്നതാണ് സങ്കല്പം. മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്നത് ഭഗവാന്റെ അമ്മയാണ്, ഞങ്ങളുടെ കാമുകിയും തന്നെ. പഠിപ്പിക്കരുത് കുട്ടികളെ. അയ്യപ്പൻ ആരാധിക്കുന്ന ദേവതയാണ്.
ആ അയ്യപ്പന്റെ പാരമ്പര്യമാണ് നമുക്കും വേണ്ടത്. എവിടെ ചെന്നാലും നമ്മളുടെ ഭഗവതിയെ നമ്മുടെ കൂടെ കൊണ്ടുപോയിക്കൊള്ളണം. പന്തളം രാജകുടുംബം പറയുന്നത് മധുര മീനാക്ഷിയാണെന്ന്. ഭഗവാൻ അവതാര ഉദ്ദേശം പൂർത്തിയായിട്ട് മലയ്ക്ക് പോയപ്പോ തന്റെ പരദേവതയ്ക്ക് തന്റെ സന്നിധാനത്തിലെടുത്ത് സ്ഥാനം കൽപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പറയാനുണ്ട്, വനവാസികളായിട്ടുള്ള ആൾക്കാർ ആരാധിച്ചിരുന്ന ഒരു ദേവതയായിരുന്നു. സ്വാമി അവിടെ ചെന്നപ്പോ ആ ദേവതയ്ക്ക് പ്രത്യേകം സ്ഥാനം കൊടുത്തു. എങ്ങനെയായാലും ദേവി ആരാധിച്ച ആളുടെ പേരാണ് അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ. അല്ലാണ്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ആളല്ല. വുഡ് ബി അതല്ല, ഫിയാൻസി റിലേഷൻ അല്ല അവർ തമ്മിലുള്ളത്, അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻ. അതുകൊണ്ട് ഇല്ലാത്ത കഥകളൊക്കെ മാറ്റിവെച്ച് ആ ഭഗവാനെ പോലെ കാണുന്ന ഓരോ സ്ത്രീയിലും നോക്കൂ. 5 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു കുട്ടി മുതൽ 59 വയസ്സോ 99 വയസ്സോ എത്ര ആയിക്കൊള്ളട്ടെ, അത്രയും പ്രായമുള്ള മുത്തശ്ശിയിൽ വരെ അമ്മയെ കാണുന്ന ഒരു ദേവതാ ചൈതന്യം സനാതന ധർമ്മത്തിലുണ്ടെങ്കിൽ അത് അയ്യപ്പസ്വാമിയാണ്. 10 വയസ്സുള്ള പെൺകുട്ടിയും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ്. 99 വയസ്സുള്ള മുത്തശ്ശിയും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ്. അത്ര റെസ്പെക്റ്റ് ആണ് സ്ത്രീകൾക്ക്. ഞാൻ പറഞ്ഞു, സ്ത്രീയെ ആരാധിക്കുക എന്നുള്ളത് ദേവി ആരാധനയുടെ ഏറ്റവും ബേസ്. ഭഗവാൻ നിങ്ങൾക്ക് എത്ര റെസ്പെക്ട് എത്ര നിങ്ങൾക്ക് അറിയില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ദയവായിട്ട് ഏതെങ്കിലും ഭഗവാന്റെ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങളെന്നും അങ്ങോട്ട് കാണാൻ വരണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറയരുതേ. നിങ്ങൾക്ക് തരുന്ന റെസ്പെക്ട് കൊണ്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ കണ്ടേ അടങ്ങൂ എന്ന് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് പന്തളം രാജകൊട്ടാരത്തിൽ പോയിട്ട് അവിടുത്തെ തമ്പുരാട്ടിമാരോട് പറയുക, നിങ്ങളുടെ അയ്യപ്പൻ വല്ലാത്തൊരാളാണ്, 10 വയസ്സിന്റെ 59 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പണ്ട് പോയത് എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ മുട്ട് മടങ്ങണില്ല, ഇനി പോകാൻ പറ്റുമെന്ന് അറിയൂല. എന്തിനു ഞങ്ങളോട് ഇത് ചെയ്തു? അവര് കൈ കൂപ്പിക്കൊണ്ട് പറയും, നിങ്ങൾക്ക് അപ്പോഴെങ്കിലും പോവാലോ, ഈ കുടുംബത്തിൽ ഒന്ന് ജനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പോകാനേ പറ്റില്ല. 12 താഴ്വഴിയിലുള്ള ഒരു സ്ത്രീക്കും 10 വയസ്സിന് മുമ്പോ 59 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമോ ശബരിമല പോകാൻ പറ്റില്ല. 10 വയസ്സിന് മുമ്പും പറ്റില്ല, താഴ്വരുത്തി കഴിഞ്ഞാലും പറ്റില്ല, ജമ്മത്ത് പോകാൻ പറ്റില്ല. നമുക്ക് എപ്പോഴേലും ഒക്കെ പോകാനോ. അങ്ങനെ ഭഗവാൻ ഇളവ് കൊടുക്കുകയാണെങ്കിൽ സ്വന്തം കുടുംബത്തിലെ ആൾക്കാർക്കല്ലേ കൊടുക്കണ്ടേ? ഭഗവാൻ കൊടുത്തില്ലല്ലോ, നെപ്പോട്ടിസം കാണിച്ചില്ലല്ലോ. നിങ്ങൾ വരിക വേണ്ട, ബാക്കിയുള്ളവരുള്ള സമയത്ത് വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഈ മലയ്ക്ക് പോകുന്ന എന്നെ പോലുള്ള പുരുഷ കേസരികൾ 41 ദിവസം 11 ദിവസം 20 ദിവസം വാട്ടവർ വ്രതം എടുക്കുന്നു. സത്യമായിട്ട് നമ്മുടെ സനാതന ധർമ്മത്തെ ഇന്നിങ്ങനെ നിലനിർത്തുന്ന ഒരു ചൈതന്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ നിറഞ്ഞു നിർത്തുന്നത് അയ്യപ്പസ്വാമിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭഗവാൻ ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം നമ്മളെ കാത്ത് ആ 18 മലകളുടെ മുകളിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ പോയി നമ്മൾ കാണുന്ന സമയത്ത് ഇന്നത്തെ കാലം അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പോയാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത കാലം. ഇന്ന് ട്രാവലർ എടുത്ത് എല്ലാ ഫ്രണ്ട്സോടെ ചേർന്ന് പമ്പാ ഗണപതി ലൗഡ് സ്പീക്കറിലിട്ട് പോണ കാലമല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, പണ്ടത്തെ കാലം. ഞാൻ ആ കാലത്തുള്ള ആളാ. അതിനു മുമ്പുള്ള ശബരിമല കണ്ടിട്ടുള്ള ചില കാരണവന്മാരൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. നടന്നു പോയിരുന്ന കാലം, തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പില്ലാത്ത കാലം. വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാം, കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാവാം, അസുഖം വന്ന് മരിക്കാം, പോയാൽ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ തിരിച്ചു വരുമ്പോ പോയാള് ഭഗവാനെ പോയി സന്നിധാനത്ത് പോയി കാണുന്ന സമയത്ത് ഭഗവാൻ അവരുടെ മനസ്സിൽ തോന്നിക്കിത്രേ, സ്വാമി എടുത്ത വ്രതം കൊണ്ടോ എന്നോട് അങ്ങ് കാണിച്ച അതിയായിട്ടുള്ള ഭക്തി കൊണ്ടോ മാത്രമല്ല ഇവിടെ വരെ എത്തിയതും ഇനി നാട്ടിൽ തിരിച്ചു പോകാൻ പോണതും. സ്വാമി വീട്ടിൽ നിന്ന് പോന്നപ്പോ തൊട്ട് കെടാവിളക്ക് കത്തിച്ചു വെച്ച് സ്വാമിയുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. വീട്ടിലെ പുരുഷന്മാർ മലയ്ക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെ സ്ത്രീകൾ കെടാവിളക്ക് കത്തിച്ച് ഭഗവാനോട് പറയും, ഭഗവാനെ ഞങ്ങളുടെ വീട്ടിലത്തെ ആണുങ്ങൾ അങ്ങേ കാണാൻ പറ്റുന്നുണ്ട്, കാത്തോളണേന്ന്. അത് കേട്ടിട്ട് അത്രേ ഭഗവാൻ സംരക്ഷിക്കുന്നത്. അതിന്റെയും കൂടി ബേസിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ്, 41 ദിവസം സ്വാമി എടുത്ത വ്രതം ഇത്രയും ദിവസം കൊണ്ട് അവർ അനുഭവിച്ചു കഴിഞ്ഞു സ്ത്രീകൾ. അതാണ് അയ്യപ്പൻ. അങ്ങനെയുള്ള ഭഗവാനെയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടിയതിന് പാണ്ഡ്യേശ വംശതിലകം കേരളയെ കേളി വിഗ്രഹം, പാണ്ഡ്യന്റെ മകനായിട്ട് ജനിക്കുകയും ഈ കേരളത്തിന്റെ ഭൂമിയിൽ ഈ കേരളത്തിന്റെ ഐശ്വര്യമായിട്ട് ഇന്ന് നിലകൊള്ളുകയും ചെയ്യുന്ന ആ ഭഗവാൻ ഏറ്റവും വലിയൊരു ദേവീഭക്തനായിരുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണനും ഏറ്റവും വലിയ ദേവീഭക്തനായിരുന്നു. അദ്ദേഹം ശരീരമെടുത്ത് ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത്. അതിന് നിങ്ങൾക്ക് അഭിമാനിക്കാം. ഭഗവാന്റെ 2 കുലങ്ങൾ എന്ന് വെച്ചാൽ യശോദാമ്മയുടെയും നന്ദഗോപരുടെയും മകനായിട്ട് ഭഗവാൻ കഴിയുമ്പോഴും ദേവകീ ദേവിയുടെയും വസുദേവരുടെയും ഭഗവാൻ കഴിയുന്നവരും അവരുടെ മകനായിട്ട് ഭഗവാൻ ദ്വാരകയിൽ കഴിയുമ്പോഴും 2 സമയത്തും ഭഗവാന്റെ പരദേവതയായിട്ടുണ്ടായിരുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ കാളിയാണ്. ഭഗവാൻ ഉണ്ടാക്കിയ കാളിയുടെ അമ്പലം ഇന്നും ഉണ്ട്. ഹരസിദ്ധി
കാളിയെ പ്രതിഷ്ഠിച്ചതാണ് കൃഷ്ണൻ. ഭഗവതിയും ഭഗവാനും തമ്മിൽ ഭേദഭാവം ഇല്ല എന്ന് പറയാം. കൃഷ്ണൻ തന്നെയാണ് അത്ര കാളി, കാളി തന്നെയാണ് അത്ര കൃഷ്ണൻ. രണ്ടുപേരുടെ നിറം ഒരേ നിറമാണ്. ഒരാളെ വിളിക്കുക ശ്യാം എന്നാണ്, ശ്യാമസുന്ദരൻ എന്നാ വിളിക്കുക. ആരെ? ഗുരുവായൂരപ്പനെ. അമ്മയെ വിളിക്കുക ശ്യാമ എന്നാ വിളിക്കുക. ശ്യാമ എന്ന് പറഞ്ഞാൽ കാളി. കൃഷ്ണൻ എന്നുള്ള പദത്തിനും കറുപ്പ് നിറത്തുണ്ട്, കാളി എന്നുള്ള പദത്തിനും കറുപ്പ് നിറത്തുണ്ട്. രണ്ടും ഒന്നാണ് എന്നാണ് ആത്യന്തികമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഒരു രസകരമായിട്ടുള്ള കഥ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വൈഷ്ണവ് വായിച്ചു തരും. രാത്രി രാധാദേവി ഭഗവാനെ കാണാൻ പോയൊരു നാടോടി കഥ വൃന്ദാവനത്തിൽ പറയാറുണ്ട്. എല്ലാ ദിവസവും രാത്രി രാധാദേവി ഭഗവാനെ കാണാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുത്രേ. ഇപ്പൊ രാധാദേവിയുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഇഷ്ടക്കേട്, എല്ലാ ദിവസവും രാത്രി ഇറങ്ങിപ്പോകുന്നത്. ആരെയോ കാണാൻ ഇവള് പോകുന്നുണ്ട്, പക്ഷെ ആരാണെന്ന് അറിയണില്ല. ഒരു ദിവസം ദേവിയുടെ ഒരു ബന്ധു തീരുമാനിച്ചു എന്നാണ് ഇവളുടെ പുറകിൽ പോയിട്ട് ഇവൾ ആരെയാണ് രാത്രി കാണുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കും. അയാള് ദേവി എണീച്ചു ഇരിക്കുകയാണ്. രാത്രി ആയപ്പോ ഒരു സമയമായപ്പോ ദേവി എണീക്കുന്നത് കണ്ടു, ഫ്രഷ് ആവണത് കണ്ടു, നല്ല വസ്ത്രം കൊടുക്കുന്നത് കണ്ടു, മേക്കപ്പ് ചെയ്യണത് കണ്ടു, ഏറ്റവും സുന്ദരിയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത് കണ്ടു. ഇയാൾ പറഞ്ഞ് കരുതി ഇപ്പൊ പോയാൽ ആരാന്നുള്ളത് പിടിക്കാം. പക്ഷെ ദേവി കുറച്ച് ഫ്രണ്ടിലെത്തിയിരുന്നു. ദേവി പോയ വഴി പുറകിൽ പോകാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് ചെന്ന സമയത്ത് ദേവി ഭഗവാന്റെ അടുത്ത് ആദ്യം എത്തി, കൃഷ്ണനെടുത്ത്. അപ്പൊ ദേവിയെ കണ്ട ഉടനെ ഭഗവാൻ പറഞ്ഞു തന്നെ, രാധ എനിക്ക് കുറച്ച് ചെമ്പരത്തി പൂക്കൾ കൊണ്ടൊരു മാല ഉണ്ടാക്കി തന്ന സന്തോഷമായിരുന്നു. അതുകൊണ്ട് നല്ല ചുവന്ന പൂക്കൾ അറുത്ത് എനിക്കൊരു മാല ഉണ്ടാക്കി തരൂ ചോദിച്ചു തന്നെ ഭഗവാൻ. കൃഷ്ണൻ എന്ത് പറഞ്ഞാലും അത്രയധികം താല്പര്യമാണ് ദേവിക്ക്. ദേവി വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് പൂക്കൾ അറക്കാൻ വേണ്ടി പോയി എന്നാണ്. ഈ സമയത്താണ് ഈ പുറകിൽ പോയ ബന്ധു ഇവിടേക്ക് വരുന്നത്. ദേവി കാട്ടിലേക്ക് കയറി പോകുന്ന അയാൾ കണ്ടു. തിരിച്ചു വരുമ്പോ ഇവളുടെ മുമ്പിലേക്ക് ചാടാം, അപ്പൊ ഇവളുടെ കൂടെ ആരാളതെന്ന് അറിയാം, കൈയോടെ പിടിക്കാം എന്ന് കരുതി അദ്ദേഹം അവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു അത്രേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ദേവി മനോഹരമായിട്ടുള്ളൊരു ചെമ്പരത്തിയുടെ മാല കൊണ്ട് വരുന്നത് അദ്ദേഹം കണ്ടു. തന്റെ അടുത്ത് രാധാദേവി എത്തിയില്ല എന്നുള്ള സമയമായപ്പോ അദ്ദേഹം മുമ്പിലേക്ക് ചാടിയിട്ട് ഈ കയ്യിലുള്ള മാല ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിയിട്ട് ആർക്ക് കൊടുക്കാനാടി ഇതെന്ന് പറഞ്ഞ് കയ്യിൽ നിന്നിട്ട് പിടിച്ചു വാങ്ങിത്രേ. പിടിച്ചു വാങ്ങി അദ്ദേഹം തിരിയുന്ന സമയത്ത് അദ്ദേഹം കണ്ടത് പണ്ട് കുറച്ചു നേരം മുമ്പ് ഭഗവാൻ ഇരുന്ന സ്ഥലത്ത് ഒരു കാളീ ദേവിയുടെ വിഗ്രഹം കണ്ടു. അയാൾ നോക്കിയപ്പോ കാളീ ദേവിക്ക് ചെമ്പരത്തിമാല കെട്ടിക്കൊണ്ടുവരുന്ന രാധയാണ് അയാൾ കണ്ടത്. ഉടനെ കാലിൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, നമ്മുടെ കുലദേവതയ്ക്ക് മാല കെട്ടാനാണ് ഈ രാത്രി വരുന്നതൊക്കെ പറഞ്ഞാൽ പോരെ, ഞങ്ങൾ വരുമായിരുന്നല്ലോ. എന്തെങ്കിലും തരത്തിൽ ഞാൻ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേന്ന് പറഞ്ഞ് കാലിൽ മാപ്പ് പറഞ്ഞിട്ട് എണീറ്റ് പോയി. ദേവി തിരിച്ച് വീണ്ടും ഭഗവാൻ ഇരുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഭഗവതി കണ്ടത് കാളിയല്ല കൃഷ്ണയാണെന്നാണ്. ആത്യന്തികമായിട്ട് രണ്ടും ഒന്നാണ് എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയില്ലെങ്കിലും ഗോരകുന്നത്ത് പോയാൽ മതി എന്ന് ഞാൻ പറയും. ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സമയത്തും ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ഭഗവാൻ. പ്രസിദ്ധമായുള്ളൊരു കോട്ടിങ് ഒരു മഹാത്മാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നരസിംഹസ്വാമി ഒരാളെ കൊന്നിട്ടുള്ളൂ, കൃഷ്ണൻ കൊന്ന ആൾക്കാർക്ക് കണക്കില്ല. അക്ഷൗഹിണികൾ പോലും ഒറ്റയ്ക്ക് തീർത്ത ആളാണ്. അമ്മയുടെ അതേ സ്വഭാവമുള്ള ആളാണ്. യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ കാളിയും കൃഷ്ണനും ഒരേപോലെയാണ്. സർവ്വതും നശിപ്പിച്ചേ തിരിച്ചു പോരും. രണ്ടുപേർക്കും പെട്ടെന്ന് ദേഷ്യം വരില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ പരകോടി യാത്ര വരിക. ആ ഭഗവതിക്ക് രാധാദേവിയെ പോലും ആത്യന്തികമായി കാളിയായിട്ട് കാണുന്ന പാരമ്പര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ അമ്പലമായിട്ട് കണക്കിടാം. രാധ ആണോ കൃഷ്ണനാണോ കാളി എന്നുള്ള സങ്കല്പമൊക്കെ മാറ്റിവെച്ച് ഇതൊക്കെ ആത്യന്തികമായിട്ട് അമ്മ തന്നെയാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് തോന്നില്ല എന്തിനു രാധയെ കൃഷ്ണൻ ഉപേക്ഷിച്ചു എന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും പിന്നെ ഉണ്ടാവില്ല. ഇതൊക്കെ ആരാന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ആ രാധാദേവിയെ ഗുരുവായൂരപ്പനെ ഭദ്രകാളി ഭാവത്തിൽ കണ്ടു. നോക്കൂ, ഭഗവാൻ പോലും ഏറ്റവും വലിയ കാളി ഉപാസകനാണ് ഇന്നും. ഗുരുവായൂർ പോലും ഗുരുവായൂരപ്പൻ ബഹുമാനിക്കുന്ന ഗുരുവായൂരപ്പന്റെ ആരാധ്യ ദേവതയാണ് നിങ്ങൾ പോയി തൊഴുന്ന വടക്ക് ഭാഗത്തുള്ള എടത്തരികത്ത് കാവ് ഭഗവതി. ഗുരുവായൂർ മുമ്പ് പോയി തൊഴാറില്ലേ? അറ്റത്ത്
ആ പ്രസാദമൊക്കെ വാങ്ങി നമ്മളൊരു വാതിലിന്റെ ഇടയിൽ കൂടെ പോയി തൊഴാറില്ലേ? അത് ഗുരുവായൂരപ്പന്റെ പരദേവതയാണ്, ഭദ്രകാളിയാണ്. അയമ്മയുടെ പണി എന്താ നിങ്ങൾക്ക് അപ്പം അടച്ചു കാണും. എങ്കിലും കുറച്ചു നേരം മുമ്പ് രാത്രി ആയി കഴിഞ്ഞാൽ തീ തിന്നല പണി, തീ എടുത്ത് കഴിക്കുക. 30 രൂപയ്ക്ക് ഗുരുവായൂർ ദേവസ്വം കൗണ്ടറിൽ നിങ്ങൾ ഷീട്ടാക്കുന്ന ഒരു വഴിപാടുണ്ട്. അഴൽ ആണ് അതിന്റെ പേര്. കഴിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ വരുമ്പോ നോക്കുക, അഴൽ വഴിപാട്. അഴൽ വഴിപാടിന് നിങ്ങൾ വിചാരിക്കുന്നത് നേദിക്കുന്നത് പായസവും പഴവും അവിലൊന്നല്ല, തീ കത്തിച്ചിട്ട് കഴിക്കാൻ പറയും ഭഗവതി. നമ്മൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുക, തീ തീറ്റിക്കല്ലേ ഭഗവതിയെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് കഴിക്കാൻ തീ കൊടുക്കുന്നു. അഗ്നി ഭക്ഷിക്കുന്ന ഭദ്രകാളിയാണ് ഗുരുവായൂർ എടത്തിരികത്തുകാവ് ഭഗവതി. നമ്മുടെ ദുഃഖങ്ങളെ, അഴൽ എന്നുള്ള വാക്കിന് ദുഃഖം നിർത്തുന്നുണ്ട്, തന്റെ മക്കളുടെ ദുഃഖങ്ങളെ അഗ്നിയാക്കി സ്വയം ഭക്ഷിച്ച് എന്റെ ഉള്ളു കത്തിപ്പോയാലും എന്റെ മക്കൾ സന്തോഷമായിട്ടിരുന്നാൽ മതി എന്ന് കരുതുന്ന അമ്മയാണ് നിങ്ങൾ ഗൗരവം പോയി തൊഴുന്നത്. ആ അമ്മ തന്നെയാണ് ഗുരുവായൂരപ്പൻ. ഇപ്പൊ കഴിഞ്ഞുള്ള ഗുരുവായൂർ ഉത്സവം എത്ര പേര് വന്നിരുന്നു? ഇവിടുന്ന് ആരെങ്കിലും വന്നിരുന്നോ? കൈ പൊക്കാൻ പറയും. എത്ര പേര് ഗുരുവായൂർ ഉത്സവത്തിന് വന്നു? ഇവിടുന്ന് കുറവാണ്, കുഴപ്പമില്ല. ഗുരുവായൂരപ്പന് വർഷത്തിൽ ഒരു ഉത്സവമേ ഉള്ളൂ. കുംഭമാസത്തിലും പൂയം നക്ഷത്രം കൊടിയേറ്റായിട്ട് വരുന്ന 10 ദിവസമാണ് ഗുരുവായൂർ ഉത്സവം. അടുത്ത കൊല്ലം എല്ലാവരും വരിക, കുതിരപ്പുഴുക്കും കഞ്ഞിയൊക്കെ കുടിക്കാം നമുക്ക് ഹാപ്പി ആയിട്ട്. എന്നാൽ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരപ്പന്റെ പരദേവതയായിട്ടുള്ള എടത്തിരികത്തുകാവ് ഭഗവതിക്ക് വർഷത്തിൽ 2 ഉത്സവം ഉണ്ട്, 2 താലപ്പൊലി. ഒന്ന് പിള്ളേര് താലപ്പൊലി. ആര് നടത്തുന്നത്? ഗുരുവായൂർ പ്രദേശത്തുള്ള ആൾക്കാർ നടത്തുന്ന താലപ്പൊലിയാണ് പിള്ളേര് താലപ്പൊലി. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും. ഒരു വെളിച്ചപ്പാട് ഈ പറയുന്ന ഇങ്ങനെ കുങ്കുമവും മഞ്ഞളൊക്കെ എടുത്ത് തലയിൽ കൂടെ കൊട്ടുന്നത് കണ്ടില്ലേ? അതാണ് താലപ്പൊലി. അത് പിള്ളേര് താലപ്പൊലിയായിട്ട് ആദ്യം നടക്കും. 1 മാസം കഴിഞ്ഞ് ഇതേ കാര്യങ്ങൾ ഒരാർഭാടവും കുറയ്ക്കാണ്ട് വീണ്ടും നടത്തും. അത് ആര് നടത്തുന്നതാ? അത് ഗുരുവായൂരപ്പൻ നടത്തുന്നതാ. നാട്ടുകാർ നടത്താതിരിക്കുന്നൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്റെ നാട്ടിലെ ഭഗവതിക്ക് എന്റെ വക പ്രത്യേകം താലപ്പൊലി ഉണ്ടാവണമെന്ന് ഭഗവാൻ നിർബന്ധമാണ്. അതാണ് ദേവസ്വം വക താലപ്പൊലി എന്ന് പറഞ്ഞാൽ 2ാമത് വീണ്ടും നടത്തും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സ്വന്തം നാട്ടിലെ അമ്പലത്തെ പൊന്നുപോലെ സൂക്ഷിക്കുക, സ്വന്തം നാട്ടിലെ അമ്പലത്തെ ഉയർത്തുക, സ്വന്തം നാട്ടിലെ അമ്പലത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക. ഗുരുവായൂരപ്പൻ സന്തോഷം അനുഗ്രഹിക്കും അത് ചെയ്യുന്ന ആൾക്കാരെ. സ്വന്തം നാട്ടിലെ അമ്പലത്തെ മറന്നുകൊണ്ട് ഭഗവാനെ കാണാൻ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ തിരിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ കാരണവന്മാർ നമുക്ക് തന്നിട്ടുള്ള അമൂല്യങ്ങളായിട്ടുള്ള നിധികളെ, സ്വന്തം നാട്ടിലുള്ളവയെ, അത് ചിലപ്പോൾ ഇതേപോലത്തെ ക്ഷേത്രം പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒരു ആൽത്തറയായിരിക്കും, ചിലപ്പോൾ ഒരു കൽവിളക്കുള്ള ഒരു ശിലയായിരിക്കും. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂലോക വൈകുണ്ഠം എന്നുള്ള ബോധ്യം നമുക്കും ഉണ്ടാവണം. നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വരണം. ഇന്ന് ആർട്ടിഫിഷ്യലായിട്ട് കാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉള്ള കാവിനെ നിലനിർത്താൻ വരുന്ന തലമുറയെ പഠിപ്പിക്കുക. കാളി ആത്യന്തികമായിട്ട് ഇരിക്കുന്നത് ക്ഷേത്രത്തിലല്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നമുക്ക് പറയാം ക്ഷേത്രമാണ്. പക്ഷെ കാളി ഇരിക്കുന്നത് എപ്പോഴും കാവിലാണ്. കാളിയുടെ കാവുകളാണ്, കാളിയുടെ ക്ഷേത്രമല്ല. അയ്യപ്പന്റെ കാവുകളാണ്, അയ്യപ്പന്റെ ക്ഷേത്രമല്ല. ഹനുമാന്റെ കാവുകളാണ്, ഹനുമാന്റെ ക്ഷേത്രമില്ല. നാഗങ്ങളുടെ കാവാണ്, നാഗങ്ങൾക്കും ക്ഷേത്രമില്ല. യക്ഷിയമ്മയ്ക്ക് കാവാണ്, യക്ഷിയമ്മയ്ക്കും ക്ഷേത്രമില്ല. ഗന്ധർവന് കാവാണ്, ഗന്ധർവനും ക്ഷേത്രമില്ല. കാവ് നമ്മുടെ അടിസ്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഭിമാനബോധം കൂടുകയും കാവ് എന്ന് പറയുമ്പോൾ അതെന്തോ ചെറുതാണെന്നുള്ള ധാരണ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അതെടുത്ത് മാറ്റാം. നമുക്ക് ആത്യന്തികമായിട്ട് ഉണ്ടായിരുന്നത് കാവുകളാണ്. ഉള്ള കാവുകളെ നിലനിർത്തിയാൽ മതി. ദയവായിട്ട് കാവൊക്കെ വെട്ടിത്തെറിച്ചിട്ട് മേൽക്കൂര ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു അഷ്ടബന്ധം നടത്തി അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹം ഉണ്ടാവും, അമ്മ ഉണ്ടാവില്ല.